ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിന് ടയർ കൊടുത്തിട്ടുണ്ട്, രജനീകാന്തിന് ടയർ കൊടുത്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി പറയാവുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് മൻമോഹൻ സിംഗ് ആയിരുന്നു, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, അവരുടെയൊക്കെ കോൺവോയ് ഓഫ് കാർസ് എല്ലാം ഒരേപോലത്തെ കുറേ ടാറ്റ സഫാരീസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിന്റെ ബുള്ളറ്റ് പ്രൂഫ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ് ടെക്നോളജി. ചില്ലാക്സ് ഇരിക്കുന്ന ടയറക്സ് ഇരിക്കുന്ന കിരൺ ചേട്ടൻ എങ്ങനെയാണോ അങ്ങനെ പറിച്ച് നമ്മൾ ഓൺലൈനിൽ കൊണ്ടിരുത്തിയത് കൊണ്ടാണ് ദാറ്റ് വർക്ക്. എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ചില ആൾക്കാർ ഇത് എന്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇതാണ്. റോക്കറ്റ് വിടുന്നതും ടയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലൈക്ക് പറയും ബ്രഹ്മോസിന്റെ സ്റ്റോറി എന്താണ്? ടയറക്സ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ടയർ എക്സ്പെർട്സ് ആൻഡ് ദ ടാഗ് ലൈൻ വാസ് മീറ്റ് ദ പ്രൊഫഷണൽസ്. അതുവരെ കാറിന്റെ മെയിൻ പാർട്ട് എഞ്ചിനാണെന്നും പറഞ്ഞ് വിശ്വസിച്ചു വന്നിരുന്ന എന്നെ ടയർ പോയാൽ നീ തീർന്നു എന്ന് പറയുന്ന ലെവലിലോട്ട് പോയി. കേരളത്തിലെടുത്ത് തന്നെ ഹാർലി ഡേവിഡ്സൺ ഇറക്കി, ധോണിക്കും പുള്ളിക്കും മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ടി സാധനം ചിൽ ആൻഡ് റിലാക്സ് എന്നുള്ള വാക്കിൽ നിന്നാണ് ചില്ലാക്സ് ഉള്ളത്. അപ്പൊ നമ്മൾ അന്നും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളാണ് ഓൺലി 24 hours. കൊച്ചിയിൽ ഇപ്പോഴും നല്ല റൈസും ചില്ലി ചിക്കനും. അതിന്റെ ഫാൻ ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. ഒരു ദിവസം രാത്രി ഇറങ്ങി അറബിക് നല്ലതാണ് അവിടുത്തെ. അറബിക് അതിനിടയ്ക്കൂടെ അതെ. അപ്പൊ അതെ, ഓണത്തിനിടയ്ക്ക് അല്ലേ, ഞാൻ അലോയ് വീൽസ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാ അലോയ് വീൽസ് മേടിക്കില്ല എന്ന് പറയുന്ന ഒരാളാണ്. ആദ്യമായിട്ടായിരിക്കും കേരളത്തിലൊരു ടയർ ഷോപ്പ് ഓണർ പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയും, ഇന്നും പറയും, OE alloys are the best, OEM alloys are the best. കിരൺ എന്ന് പറയുന്ന ആളെ ഞാൻ മീറ്റ് ചെയ്യുന്നത് ടയറക്സിന്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു. അന്ന് ടയർ ഗുരു എന്ന് പറഞ്ഞൊരു തോട്ടും ചെറിയൊരു പേജും 11 ഫോളോവേഴ്സ് സംതിങ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്പേഴ്സ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡായിരുന്നു നമ്മൾ 3 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടന്റ് ഇടുന്ന ഒരാളെന്ന രീതിയിലും ടയർ പരമായിട്ട് കണ്ടന്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് എന്നുള്ള ഒരാളെന്ന രീതിയിലും കിരൺ ചേട്ടൻ വളർന്നു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു വരുന്ന സമയത്ത് എന്തിനാണ് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം വിഷനിൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഇത് ചെയ്തുകൊണ്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ കുറേ വീഡിയോസ് ഇട്ടിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കാണിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ റൈറ്റ് നൗ കേരളത്തിൽ 5 ബ്രാഞ്ചസ് ആണ് ടയറക്സ് ബൈ ടയർ ഗുരു എന്ന പേരിൽ ഫ്രാഞ്ചൈസി മോഡലിൽ. ഇനി അങ്ങോട്ട് 5 അല്ല നിൽക്കാൻ പോകുന്നുള്ള കാര്യം എനിക്കറിയാം. ഗഞ്ചറിൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒന്ന് പ്രോപ്പറായിട്ട് അവെയർ ചെയ്യുക പേഴ്സണൽ ബ്രാൻഡിങ് പ്ലസ് കിരൺ ചേട്ടൻ്റെ നോളജ് നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം ഫോർമാറ്റിൽ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. കിരൺ ചേട്ടൻ, വെൽക്കം ടു ദ ഇമ്പാക്ട് ഷോ. ഇത് ഒട്ടും പ്രിപ്പയർ ചെയ്യാത്തൊരു ഷോയാണ്, നമ്മൾ ഷൂട്ടിന് വന്നിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക്, നമ്മൾ 1-2 ക്ലയൻസിന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ടും കാണും. സോ കിരൺ ചേട്ടൻ പറയൂ, എന്താണ്, എങ്ങനെയാണ് പോകുന്നത്, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തത് കൊണ്ടുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു സുനിൽ. ഒരുപക്ഷെ സുനിൽ ഇല്ലായിരുന്നെങ്കിൽ ടയർ ഗുരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു സ്റ്റേജിൽ എത്തില്ലായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ സുനിലിൻ്റെ ഒരുപാട് എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട്. മടിയനായ, ക്യാമറ ഷൈ ആയ, ഒട്ടും ഒരു ഡ്രസ്സിങ് സെൻസ് ഒന്നുമില്ല, അതിപ്പോഴും ഇല്ല, അതൊക്കെ എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുമ്പിലിരുത്തി. ഓഫ് കോഴ്സ് സുനിൽ ഓൾവേസ് സേസ് ദാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നതാണ് അതിനകത്തൊരു ഇപ്പോഴും 20% ഇന്നിപ്പോൾ ഉപദേശിച്ചിട്ട് വെച്ചതിൽ 20% യൂസ് ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ട്. അതെ, ഒരു പക്ഷേ കണ്ടന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാം, ബട്ട് അതിനൊരു എല്ലാം കൂടി ഒരു മിക്സായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് സുനിലും സുനിലിൻ്റെ ടീമിൻ്റെയും എഫേർട്ട് കൊണ്ടും എന്നെ പോലത്തെ ഒരു മടിയനെ പുഷ് ചെയ്ത് ഈ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടിരുത്തിയത് സുനിൽ തന്നെയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് സുനിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ ടേക്ക് ഫോർവേഡ് പേഴ്സണൽ ബ്രാൻഡിങ്, അതേപോലെ ഗൺജറിൻ്റെ ജേർണിയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ലൈഫ് എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ ഒരു ഡെപ്ത് എനിക്ക് മനസ്സിലാവുന്ന കുറേ കാര്യം ഞാൻ പല ലൈവുകളിലും പല പോഡ്കാസ്റ്റിലും ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. കൊച്ചിയിൽ ഞാൻ വന്ന സമയത്ത് ഒരു കോൺടാക്റ്റ് ഇല്ലാത്ത സമയത്ത് ചില്ലാക്സിൽ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഗഞ്ചറിന് അറിയാം സൂപ്പർ കാറൊക്കെ ഇങ്ങനെ നിരത്തിയിടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത്. കാറ് മാത്രമല്ലേ കാണാൻ പറഞ്ഞിരുന്നത്? അത് തന്നെ, കാറ് കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ അന്നത്തെ ഗോള്. പക്ഷെ അന്ന് കിരൺ ചേട്ടനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ റൈറ്റ് നൗ ഐ എം സിറ്റിംഗ് വിത്ത് ഹിം. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ലൈക്ക് ബിഫോർ ടയർ ഗുരു എന്തായിരുന്നു കിരൺ? നമ്മുടെ ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു 30 years ഇൻഡസ്ട്രിയിലായി ഓൾമോസ്റ്റ്. സോ ബിഫോർ ടയർ ഗുരു എന്ന് പറയുമ്പോൾ 2023 മുമ്പ് ഞാൻ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് കുറച്ച് നല്ല നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു ഫിസിക്സ് ഗ്രാജുവേറ്റ്, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ MPA എന്നൊക്കെ പറയുന്നത്. നമുക്ക് സ്കൂളിലോട്ട് പോവാം. കിരൺ ചേട്ടൻ എവിടെയാണ് പഠിച്ചത്, എന്താണ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്?
എൻ്റെ അച്ഛനും അമ്മയും മാഷൻ ടീച്ചറായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ വലിയ കളികളൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് മൈ അമ്മയുടെ അമ്മയായിരുന്നു ക്ലാസ് ടീച്ചർ. സോ ഓൾവേസ് ദർ വർ ലിമിറ്റഡ് റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ്സ്. പ്രത്യേകിച്ചും ടീച്ചറുടെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ നടക്കില്ലായിരുന്നു. നോർമൽ ഒരു സ്കൂളിൽ 10th വരെ പഠിച്ചു. 11th 12th എവിടെയായിരുന്നു? തൃശ്ശൂർ. ഓക്കെ. 11th 12th തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ. ഗ്രാജുവേഷൻ ഇൻ ഫിസിക്സ്, BSc ഫിസിക്സ് ആയിരുന്നു, അഗെയിൻ സെൻറ് തോമസ് കോളേജിൽ. അപ്പോൾ ഫിസിക്സ് ഒരു പക്ഷേ പ്രോബബ്ലി ഈസ് മൈ നമുക്ക് 11th 12th കഴിഞ്ഞ് അന്നത്തെ കാലത്ത് എല്ലാവർക്കും മക്കളെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ എന്നെയും കൊണ്ട് ചേർത്തു. എൻട്രൻസ് ഒക്കെ എഴുതാനൊക്കെ, പക്ഷെ നടന്നില്ല, ഡോക്ടറൊന്നും ആവാൻ പറ്റില്ല. എൻ്റെ ബാച്ചിൽ ഔട്ട് ഓഫ് 78 സ്റ്റുഡൻസിൽ 76 ആൾക്കാരും ഡോക്ടേഴ്സാണ്. ആ ബാച്ചിലാകെ 2 പേരിൽ ഒരാൾ ഞാനും, മറ്റാൾക്ക് പക്ഷേ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പറ്റാതെ പോയ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നോ റിഗ്രറ്റ്സ്. ഐ ഡോണ്ട് നോ. പക്ഷേ എൻ്റെ ഡോക്ടേഴ്സ് ഫ്രണ്ട്സൊക്കെ എനിക്ക് ഒരുപാട് ഇപ്പം എന്ത് ഗുണം എന്നറിയും. എനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റിനും ഓരോ ഡോക്ടറുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ദെൻ കിട്ടാത്തതുകൊണ്ട് ആവണോ അല്ലയോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ BSc ഫിസിക്സ് ഇസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എ പേഴ്സൺ. നമുക്ക് എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ മെഡിസിനും ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലൊരു സയൻസിലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് തന്നെയാണ്. എവിടെയായിരുന്നു? സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരായിരുന്നു. അവിടെ ജോയിൻ ചെയ്തു. BSc കഴിഞ്ഞു. BSc ഫിസിക്സിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രോബബ്ലി അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫിസിക്സ് ഔട്ട് ഓഫ് ദ കോൺടെസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫിസിക്സ് മാഷ് പരിചയപ്പെട്ടു. ഓക്കെ. അവരുടെ ഫിസിക്സ് മാഷ്മാരുടെ ഗ്രൂപ്പിൽ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് അവർ ഷെയർ ചെയ്തിട്ട് അടിയിൽ എഴുതിയിട്ടുള്ള ഒരു നോട്ട് വിച്ച് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവരൊക്കെ ഫിസിക്സ് ആട്ടോ, അവരുടെ ഫിസിക്സ് മാഷ്മാരുടെ ഗ്രൂപ്പാണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഫിസിക്സ് പഠിച്ച ഒരാൾ അത് യൂസ് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഷെയർഡ് മൈ വീഡിയോ ഇൻ ടു ദാറ്റ്. അപ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടുള്ള ഗുണങ്ങളും ഫിസിക്സാണ് ഒരു ഒന്നുകൂടെ മറ്റേ തിലകം പറഞ്ഞ പോലെ മാത്സ് ആണ് ഭൂമിയുടെ സ്പന്ദനം എന്നൊക്കെ പറയുന്ന പോലെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാവരും നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു നോളജ് ഉണ്ട്. പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഫിസിക്സ് ആണെങ്കിലും മാത്സ് ഒക്കെ പഠിക്കുന്ന കോസ് തീറ്റ സൈൻ തീറ്റ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഗുരുത്വാകർഷണത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് നിങ്ങളത് എവിടെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വന്നതുകൊണ്ട് അവരോട് പറയാനുള്ള ഉപദേശം എന്തായിരിക്കും? ഇത് ഞാൻ എൻ്റെ അമ്മ എന്നെ തല്ലി പഠിപ്പിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഈ കോസ് തീറ്റയും സൈൻ തീറ്റയും അല്ലെങ്കിൽ എത്തനോളിൻ്റെയും മറ്റേ ഫോർമേഷനൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. അന്ന് ഒരു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് തന്നെ ആൻസർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇപ്പോൾ ആൻസർ കിട്ടിയതാണെന്ന് വെച്ചാൽ ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ യു ഓൾ ആർ ഗെറ്റിംഗ് സ്ക്രീൻഡ്. നമുക്ക് ഓരോ ലെവലിലും ഓരോ എഡ്യൂക്കേഷൻ്റെ ഓരോ ലെവലിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു 10th ക്ലാസ്സിൽ ഒരു 5 ലക്ഷം പേര് ഇന്ത്യയിൽ കേരളത്തിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം പേരും എഞ്ചിനീയേഴ്സിനാവാൻ പറ്റില്ല. സോ ദർ ഈസ് എ വേ ടു സ്ക്രീൻ ദം. അപ്പോൾ ആ സ്ക്രീനിങ് പ്രോസസ്സിനുള്ള ഒരു സംഭവമാണ് ഒരു പക്ഷേ ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം അത് എല്ലാവർക്കും പാസ്സായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സ്ക്രീനിങ്ങിന് നമുക്ക് എപ്പോഴും ഒരു ഫിൽറ്റർ വേണം. ആ ഫിൽറ്ററാണ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ ഈ ടഫ് ഭാഗങ്ങളെല്ലാം. അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും പറ 10th ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാസ്സാവില്ലേ. അപ്പോൾ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള സംഭവം മാത്രമാണ് ഈ പറഞ്ഞ കോസ് തീറ്റയും സൈൻ തീറ്റയും. ഓൾസോ എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം ഈ കാര്യങ്ങൾ നമ്മുടെ ഒരുപക്ഷെ ബ്രെയിനിനെ കൂടുതലും ചിന്തിപ്പിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ആസ് വി ഗ്രോ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ആവാം. നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് അതിനെ ഉപയോഗിക്കാം. ഒരുപക്ഷെ എൻ്റെ കേസിലായിരിക്കും ഞാൻ അതിനെ പ്രാക്ടിക്കലായിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളിൽ ഡേ ടു ഡേ എൻ്റെ കോൺവെർസേഷനിലും എൻ്റെ പേജസിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഉപയോഗിക്കുന്നത്. കോളേജിൽ നമുക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞു. വീണ്ടും നമ്മൾ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? ബോയ്സ് ഓൺലി കോളേജ് ആയിരുന്നു. അയ്യോ അല്ല, അന്ന് എനിക്കൊരു ബൈക്ക് പോലും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ഹോസ്റ്റലിലായിരുന്നു കോളേജ് ലൈഫ് എല്ലാം. ബോയ്സ് ഓൺലി കോളേജ് ആയിരുന്നു അന്ന് സെൻറ് തോമസ്. നൗ ഇറ്റ്സ് എ മിക്സ്ഡ് കോളേജ്. അപ്പോൾ കോളേജ് സെൻറ് തോമസ് പഠിക്കുമ്പോൾ ബോയ്സ് ഓൺലി. തൊട്ടപ്പുറത്ത് സെൻറ് മേരീസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വെരി മച്ച് ഓഫ് നല്ല കുട്ടിയാണെന്ന് ഇപ്പോൾ പറയും. ഗ്രാജുവേഷൻ കഴിഞ്ഞു. BSc ഫിസിക്സ് ആയിരുന്നു. പൂനെയിലെ MBAക്ക് ജോയിൻ ചെയ്തു. ദാറ്റ് ഈസ് പ്രോബബ്ലി എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയും. ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ടേണിംഗ് പോയിന്റ് വന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. എൻ്റെ എഡ്യൂക്കേഷണൽ കരിയറിൽ ഞാൻ വന്ന വഴിയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മ മാഷൻ ടീച്ചർ. ഐ ഹാവ് 3 sisters ആൻഡ് 1 brother. എല്ലാവരും MSc ഫിസിക്സും BSc ഫിസിക്സും MSc കെമിസ്ട്രി ഒക്കെയാണ്. എല്ലാവരും കോളേജ് പ്രൊഫസേഴ്സും. മൂത്ത സിസ്റ്റേഴ്സ് ഇൻ IIT.
സെക്കൻഡ് സിസ്റ്റർ യു എസിലുണ്ട്, അല്ല തേർഡ് സിസ്റ്റർ യു എസിലുണ്ട്, അവിടെയും ടീച്ചറാണ്. സെക്കൻഡ് സിസ്റ്റർ ഇവിടെ ടീച്ചറാണ്. എക്സെപ്റ്റ് മൈസെൽഫ് ആൻഡ് മൈ ബ്രദർ, ബാക്കി എല്ലാവരും ടീച്ചിങ് പ്രൊഫഷനിലാണ്. അപ്പോൾ ഈ ടീച്ചിങ് പ്രൊഫഷന് വേറിട്ട് ചിന്തിക്കാൻ ഒരു പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്തത് MBA കോഴ്സായിരിക്കാം. കാരണം ഒരു ബിസിനസ് ഒരു പക്ഷേ എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നില്ല അന്നും ഒരു ബിസിനസ്, അന്ന് എന്തെങ്കിലും MBA കിട്ടി ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഒരു പക്ഷേ. ഏത് ഇയർ ആയിരുന്നു? വിച്ച് വിൽ ഡിസ്ക്ലോസ് മൈ ഏജ്. ഓക്കെ, വേ ബാക്ക് ഇൻ 95. ഓക്കെ, അപ്പം ഞാൻ ജനിച്ചിട്ട് ഒരു വയസ്സായതേ ഉള്ളൂ. അതെ, ഇങ്ങനെ നടക്കുന്ന സമയം അല്ലേ. ഓക്കെ, അപ്പം 95 നമ്മൾ MBAക്ക് ജോയിൻ ചെയ്യണം. MBA പാസ് ഔട്ട് ആവണം. സോറി, ഇൻ 95 ദ ഫസ്റ്റ് ജോബ് സിയറ്റ്. ഓക്കെ, അന്നും ഒരുപക്ഷെ ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമല്ല, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് വേണമെന്നില്ല. അന്നൊക്കെ നമുക്ക് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. എങ്ങനെയും ജോലി കിട്ടുക, പെട്ടെന്ന് കല്യാണം കഴിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു കുറേ സമയമാണ് നമുക്ക്. ആദ്യം എപ്പോഴാണ് ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. ജോലി കിട്ടി സിയറ്റിൽ. അങ്ങനെയാണ് ഞാനൊരു പക്ഷേ ടയർ ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. ഓക്കെ, ഗുഡ് ടൈം വിത്ത് സിയറ്റിൻ്റെ സിയറ്റ് ഷോപ്പ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് ഉണ്ട്. സിയറ്റിൻ്റെ റീറ്റെയിൽ സ്റ്റോഴ്സൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു പാർട്ടായിരുന്നു ഞാൻ. സോ ദാറ്റ് ഈസ് പ്രോബബ്ലി വേർ മൈ ടയർ റീറ്റെയിലിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ടയർ റീറ്റെയിലിങ്ങിനുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും. പക്ഷെ അന്നെന്ന് പറയുന്നത് ആകെ 3 കാറുകളേ ഉള്ളൂ ഇന്ത്യയിൽ. മാരുതി 800-ഉം അംബാസിഡറും പ്രീമിയർ പത്മിനിയും. ഓക്കെ, ലൈക്ക് അന്നത്തെ ഒരു ഇൻഡസ്ട്രി ലൈക്ക് അന്നത്തെ ഒരു തോട്ടിലോട്ടൊക്കെ പോകണം എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? അന്നത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ ടയറിന് ഒന്ന് ലിമിറ്റഡ് ഡയമെൻഷൻസ് ആണ്. കാറുകളൊക്കെ വളരെ കുഞ്ഞു കാറുകളാണ്. മാരുതി 800 ഒക്കെ ആയിരുന്നു അന്നത്തെ ഒരു പ്രീമിയം കാറുകളൊക്കെ. എനിക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേർ ഒരാൾക്കൊക്കെ കാറുള്ളൂ. അതും മോഡിഫൈ ഒക്കെ ചെയ്ത് മറ്റേ ഹലജൻ ലാംപ്സൊക്കെ വെച്ച് അലോയ് വീൽസൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ലിമിറ്റഡ് ഓപ്ഷൻസ്, പിന്നെ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഫണ്ട് ഫ്ലോ ഭയങ്കര കുറവായിരുന്നു. കാറുകൾ വളരെ കുറച്ചേ ഉള്ളൂ. വീൽ അലൈൻമെൻറ്റ് സെൻറ്ററുകൾ എന്നൊന്നും പറയുന്നതൊന്നും അങ്ങനെ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ നൂലൊക്കെ പിടിച്ച് ത്രെഡൊക്കെ പിടിച്ചിട്ടുള്ള അലൈൻമെൻറ്റ് മെഷീൻസ് ആയിരുന്നു. നമ്മുടെ ഈ ആശാരിമാരൊക്കെ ചെയ്യുന്ന ഒരു സാധനമില്ലേ, നമ്മുടെ കട്ട തൂക്കിയിട്ടൊക്കെ നമ്മൾ, വിച്ച് ഈസ് ഓൾസോ ആക്ച്വലി വെരി ആക്യുറേറ്റ്. പക്ഷേ അവിടെ വരുന്ന കുഴപ്പം എന്താ വെച്ചാൽ അവിടെ ആ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്യുപ്മെൻറ്റ്സ് വന്നപ്പം ആ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. കാരണം എക്യുപ്മെൻറ്റ്സ് വുഡ് സേ എവറിത്തിങ്. ഗ്രീൻ ആകുമ്പോൾ നിർത്തിക്കോ, റെഡ് ആകുമ്പോൾ തിരിച്ചുകൊണ്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് അവൻ്റെ പ്രിസിഷൻ അല്ലെങ്കിൽ അവൻ്റെ ആ ആക്യുറസി അല്ലെങ്കിൽ അവൻ്റെ ആ സ്കില്ലാണ് അതിൻ്റെ അലൈൻമെൻറ്റ്. പക്ഷെ അന്ന് വളരെ കുറച്ച് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പ്രോബബ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ സിയറ്റ് ഷോപ്സ് ഒക്കെ വന്ന സമയത്തൊക്കെ ഐ തിങ്ക് മൈറ്റ് ബി ഓൾ ഓവർ ഇന്ത്യ ദർ മൈറ്റ് ബി 100 സ്റ്റോഴ്സ്. ഓക്കെ, അന്നത്തെ ആൾക്കാർ എന്തിനകത്തൊക്കെയായിരുന്നു കൺസേൺ? ലൈക്ക് ഞാൻ പറയുന്നത് ഇപ്പം 95 സമയത്ത് വളരെ ചുരുക്കം നമ്പർ ഓഫ് ബ്രാൻഡ്സ് കാറുകൾ മാത്രമേ ഉള്ളായിരുന്നു. ടയറിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും ഡയമെൻഷൻസും അങ്ങനത്തെ ലൈക്ക് ഇപ്പോൾ ഉള്ളൊരു കൺസെപ്റ്റും കാണത്തില്ലായിരുന്നല്ലോ. അന്നത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്? ലൈക്ക് കമ്മിങ് ടു ടയർ, ഓട്ടോമൊബൈലോട്ട് നമുക്ക് പോകണ്ട, ടയർ പരമായിട്ട് വരുന്ന സമയത്ത് അന്ന് ആൾക്കാർക്ക് കറുത്ത് റൗണ്ട് ഇൻ ഷേപ്പ് വട്ടത്തിലുള്ളൊരു സാധനം കറുത്തിട്ടായിരിക്കണം. ട്യൂബ് വേണം. അന്നൊക്കെ ട്യൂബ് ടൈപ്പ് ടയർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോയിന്റ് A ടു പോയിന്റ് B മൂവ് ചെയ്യാൻ പറ്റണം, പഞ്ചറാവരുത്. ഇതൊക്കെയാണ് അന്നത്തെ ആൾക്കാരുടെ നീഡ്സ്. ഇന്ന് ഈ പറഞ്ഞ ഒന്നും ഇപ്പോഴത്തെ ആൾക്കാരുടെ നീഡ്സുകളല്ല. കാരണം അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ് ആയിരിക്കുന്നു ടയർ ഇൻഡസ്ട്രി. ദ സ്റ്റോഴ്സ് അന്നൊക്കെ ഉള്ളത് വളരെ എസ്പെഷ്യലി ഇൻ നോർത്ത്. ഞാൻ പിന്നെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൻ്റെ മേജർ പാർട്ടും നോർത്തിലായിരുന്നു. അവിടെയൊക്കെ ഷോപ്സ് ആർ വെരി ഷാബി. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ടയർ എന്തെങ്കിലുമൊക്കെ വെച്ച് പൊക്കുക, അത് മിക്കവാറും സ്റ്റോറിലൊന്നും ഈവൻ ജാക്സ് പോലും ഉണ്ടാവില്ല. അത് വണ്ടിക്ക് അകത്തുള്ള ഈ കുഞ്ഞു ജാക്കുകളില്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കും, അത് വെച്ചിട്ടാണ് ടയർ ഷോപ്പുകാർ ഓപ്പറേറ്റ് ചെയ്യണം. ആലോചിച്ചു. അപ്പോൾ അലൈൻമെൻറ്റ് മെഷീൻ ഇസ് ദൂർ കി ബാത്ത്. പിന്നെ ബാലൻസിങ് മെഷീൻ എന്തിനാണ് ബാലൻസ് ചെയ്യണതെന്നും അറിയില്ല. ഒരു ബാലൻസിങ് മെഷീൻ ഉണ്ടാകും, ഒരു അലൈൻമെൻറ്റ് മെഷീൻ ഉണ്ടാവും. അങ്ങനെ കാർ ടയേഴ്സിനെക്കാട്ടി കൂടുതൽ അന്ന് ട്രക്കുകളും ലോറികളും ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. ട്രാൻസ്പോർട്ട് ബിസിനസ് അന്നും ഇന്ത്യ ആ സമയത്ത് ഒരു പക്ഷേ കാർ ടയറിനേക്കാളും കൂടുതൽ ഇന്ത്യ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു വേൾഡിലെ 4th 5th ലാർജസ്റ്റ് ട്രക്ക് ടയർ കൺട്രി ആയിരുന്നു. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കൺസംഷനുള്ള കൺട്രി ആയിരുന്നു. അന്ന് കാർ ടയറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ആ പോസ്റ്റ് ഈ ലിബറലൈസേഷനൊക്കെയാണ് നമ്മൾ കാറുകൾ കാണാൻ തുടങ്ങിയത്. നമ്മുടെയൊക്കെ സിയറ്റിൻ്റെ ഒക്കെ സമയത്തൊക്കെ കാർ ടയറിൻ്റെ റേഞ്ച് സ്റ്റാർട്ട്സ് അറ്റ് 12, സ്റ്റോപ്സ് അറ്റ് 13. 145, 70, 12 എന്ന് പറയുന്ന കുഞ്ഞൊരു കുട്ടി ടയർ മാരുതി 800-നകത്തും
മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 14 ഇഞ്ച് വരുന്നത് ഫിയറ്റിനകത്തും പത്മിനിക്കകത്തൊക്കെ ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഇമ്പോർട്ടഡ് കാർസിൻ്റെ ഒക്കെ ആയിരിക്കും അത്. പക്ഷേ പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാൻസി പ്രീമിയം കാർസിൻ്റെ ടയർസുകൾ റിക്വയർമെൻറ്റ്. അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു സ്മോൾ ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന $multi-billion ഇൻഡസ്ട്രി ആയിട്ട് ഇത് വളരെ. അപ്പോൾ എനിക്കൊരു കാര്യം വളരെ ഇതായിട്ട് പറയാം, ഞാൻ ഈ പാസഞ്ചർ കാറിൻ്റെ എസ്പെഷ്യലി ഗ്രോത്ത് ശരിക്കും കണ്ടു വളർന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറി 95-ലെ കാര്യമാണ് കേട്ടോ. അതെ, ഓക്കെ, ദിസ് ഇസ് 95 സ്റ്റോറി. അപ്പോൾ ഈ 95 ഇപ്പോൾ 2025 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് 30 ഇയേഴ്സ് അല്ലേ. ഈ 30 ഇയേഴ്സിൽ ഈ ഇൻഡസ്ട്രി ഇവോൾവ് ചെയ്ത് വന്നത്, ഈ 30 ഇയേഴ്സിൽ ആൾക്കാരുടെ നീഡ്സ് മാറിയത് അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ മാറിയത്, ഇതൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം എന്നെങ്ങനെ വേറിട്ട് ചിന്തിപ്പിക്കാനും. ഒരുപക്ഷെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ പണ്ടത്തൊക്കെ ഒരു ബാക്ക് ഇൻ 90s ലേറ്റ് 90s എല്ലാം ടയർ ഷോപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഷാബി ആയിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അതിൽ നിന്നൊരു പക്ഷേ ഐ വുഡ് സേ പ്രോബ്ലി ഐ എം ഇൻസ്ട്രുമെൻ്റൽ ഇൻ സെറ്റിംഗ് അപ്പ് വൺ ഓഫ് ദി ബെസ്റ്റ് ലുക്കിംഗ് ഓർ ദ ടയർ സ്റ്റോർ ഇൻ കേരള. നമ്മളന്ന് അത് 2008 എൻ്റെ ഫസ്റ്റ് സ്റ്റോർ ഇൻ കേരള വരെ സ്റ്റാർട്ടാവുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ടയർ സ്റ്റോർ ആയിരുന്നു, കൊച്ചിയിലായിരുന്നു. പക്ഷേ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ISO സർട്ടിഫൈഡ്. അന്ന് ISOയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാലമായിരുന്നു. ISO നോംസ് വെർ പ്രിറ്റി സ്ട്രിക്റ്റ് ആസ് വെൽ. ആ സമയത്തായിരുന്നു നമ്മുടെ കൊച്ചിയിലെ 2008 നമ്മൾ ടയറക്സ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇൻ 2008 ദാറ്റ് വാസ് എ 24/7 ഷോപ്പ്. 24 hours ചില്ലാക്സിൽ, അതേ സ്ഥലത്ത് തന്നെ ചില്ലാക്സും 24 hours. ഇത് പറയുമ്പം എല്ലാ കഥകളും പറയണം. ഞാൻ നാട്ടിൽ ആക്ച്വലി വെലോസിറ്റി സുബിൻ എന്ന് പറഞ്ഞിട്ട് യു മേ ബി ഹേർഡ് ഓഫ് ദാറ്റ് പേജ്. ആളിൻ്റെ അടുത്ത് പറഞ്ഞൊരു കഥയുണ്ട്. 2013-14 സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് കാർ ഓടിച്ച് ചില്ലാക്സിൽ വന്ന് ഗിരൺചേട്ടനെ കാണാൻ വരുമായിരുന്നു അന്നക്കാലത്ത്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്നെ കുറിച്ചുള്ള ഒരു ആൾക്കാർ പറയുന്നത് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ടു വാട്ട് എക്സ്റ്റെന്റ് ദാറ്റ് ഈസ് ട്രൂ. ഐ എം ഓൾവേസ് അഹെഡ് ഓഫ് ടൈം. ഞാനൊരു പക്ഷേ അന്ന് 2008 ഒരു 24 hour കോഫി ഷോപ്പ് നമുക്ക് 2008 ഡീറ്റെയിൽ ആയിട്ട് വരാം. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. സിയറ്റിൽ എത്ര നാൾ വർക്ക് ചെയ്തു, അതേപോലെ സിയറ്റിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് എന്താണ് ലൈഫിൽ ഒരു സിയറ്റ് ഇസ് ലൈക്ക് അന്നത്തെ സിയറ്റ് ഇന്നത്തെ സിയറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ബട്ട് സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് 1995, സിയറ്റ് ഇസ് എ വെരി കൺവെൻഷണൽ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മോഡലായിരുന്നു. അവിടെ നമുക്ക് ടയറിനെ കുറിച്ച് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻസ് പഠിക്കുക ഒക്കെയുള്ള ഒരു ബേസിക് ആയിട്ട് ടയർ എങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു ട്രെയിനിങ് ഇപ്പോഴും ഒക്കെ ലിമിറ്റഡ് ടു ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും നമുക്ക്. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ട്രെയിനിങ്. എനിക്കൊരു പക്ഷേ ടയറിനോടുള്ള ഇഷ്ടം തുടങ്ങിയ സ്ഥലം സിയറ്റ് ആയിരിക്കാം. ടയറിനോട് അങ്ങനെ ഇഷ്ടം തോന്നാൻ മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. കറുത്ത് റൗണ്ടിലുള്ള ഒട്ടും ഒരു ഗ്ലാമറസ് അല്ലാത്ത ജോബ്. ബിക്കോസ് യു വോണ്ട് സീ ഗേൾസ് ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ഒന്നുമല്ല. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് ഇറ്റ് ഈസ് നെവർ എ റൈറ്റ് പ്ലേസ് ടു ബി ഇൻ. പക്ഷേ എവിടെയോ ടയറിനോടുള്ള ഒരു ആ സമയത്താണ് ഈ ഓട്ടോമൊബൈൽ സ്ലോലി ബൂമായിട്ട് വരുന്ന സമയമാണ്. അപ്പം കുറേ കാറുകൾ വരാൻ തുടങ്ങി. ഇന്ത്യയിലത്തെ പല വില്ലേജസും ഡീപ്പ്, അതായത് ഈ മഹാരാഷ്ട്രയുടെയോ അല്ലെങ്കിൽ MP യുടെ ഒക്കെയുള്ള അകത്തുള്ള ചെറിയ ഗാവുകളുണ്ട്. ഇറ്റ്സ് ഇസ് കൺട്രോൾഡ് ബൈ സർപഞ്ച് എന്ന് പറയുന്ന ആ വില്ലേജിൻ്റെ മെയിൻ ആളൊക്കെ ആയിരിക്കും. അവരുടെ കൂടെ ഒക്കെ താമസിക്കുക ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പോയിട്ട്. ബിക്കോസ് ദേ ഹാവ് ട്രാക്ടേഴ്സ്. അപ്പോൾ സിയറ്റിനൊക്കെ ട്രാക്ടറിൻ്റെ ടയേഴ്സൊക്കെ ഉണ്ട്, വിച്ച് ഇസ് നൗ നമുക്കൊന്നും കേരളത്തിലധികം ഇല്ലാത്തൊരു സെഗ്മെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ്, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ടൊക്കെ അറിയാൻ പറ്റി. ഒരു ഡിഫറെൻറ്റ് ഫീൽ ആവട്ടെ. റഗഡ് ആയിട്ടുള്ള മറ്റേ പുഴയിൽ കുളിക്കുക, അങ്ങനെ ടിപ്പിക്കലായിട്ടുള്ള മറ്റേ ഈ ഇതില്ലേ ഷുഗർ കെയിനുകളുടെ ഒക്കെ ഉള്ള ഫാമിൻ്റെ ഇടയിലൊക്കെ താമസിക്കുക. അപ്പോൾ നമ്മളെന്താ സിയറ്റ് ചെയ്യുന്നതും കൂടെ പറയാം ഞാനിവിടെ. ഇപ്പം തന്നെ അവിടെയൊക്കെ പോയി താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിയറ്റിൽ ദോസ് ഡേയ്സ് നമ്മൾ രാത്രി ഒരു വില്ലേജിൽ പോയിട്ട് സിനിമ കാണിക്കും. അപ്പോൾ ആ സിനിമയുടെ ഇടയ്ക്ക് സിയറ്റിൻ്റെ പരസ്യങ്ങളിടും, സമ്രാട്ട്, ട്രാക്ടർ ടയർ. അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഇല്ല, മറ്റേ ഫേസ്ബുക്കും ഓർക്കുട്ട് പോലും ഇല്ല. അപ്പോൾ അന്നൊക്കെ ഈ വില്ലേജേഴ്സിന് നമുക്ക്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ ഈ പറഞ്ഞ എല്ലാ ടയർ കമ്പനിക്കാരും ഓരോരോ വില്ലേജ് സെലക്ട് ചെയ്ത് അവിടെയൊക്കെ പോയി ഒരു സ്ക്രീനൊക്കെ വെച്ച് പ്രൊജക്ടറൊക്കെ കൊണ്ടുപോകും. അപ്പോൾ പ്രൊജക്ടറൊക്കെ വെച്ചെടുത്ത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകണം അത്, ഓക്കെ. അല്ലെങ്കിൽ ട്രാക്ടറിൽ പോകണം. ബിക്കോസ് ട്രാക്ടർ ഇസ് ദ ഓൺലി ഒരു ട്രാൻസ്പോർട്ടിനുള്ള സംഭവം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ എനിക്ക് സിയറ്റിലുണ്ടായിരുന്നു. ഓക്കെ. സിയറ്റിൽ നിന്നുള്ള മെയിൻ ടേക്ക് അവേ എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് ടയർ ഇൻഡസ്ട്രിയുള്ള ടയർ ഇൻഡസ്ട്രീസിൻ്റെ എക്സ്പോഷർ എനിക്ക് അവിടെ നിന്ന് കിട്ടി. ആൻഡ് ആ സമയത്തായിരുന്നു ഈ ബൂം തുടങ്ങിയെന്നുള്ളത് കൊണ്ട് ഐ കുഡ് ഫീൽ ദാറ്റ് ദിസ് ഇൻഡസ്ട്രി ഈസ് ഗോയിങ് ടു ഫ്ലറിഷ് ഇൻ ദ കമ്മിങ് ഫ്യൂ ഇയേഴ്സ്. സോ ആഫ്റ്റർ സിയറ്റ് എന്താ സംഭവിച്ചത്? ദാറ്റ് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഓക്കെ. ഞാൻ സിയറ്റിൽ ഐ റിസൈൻ ഫ്രം സിയറ്റ്, നോട്ട് റിസൈൻഡ് ആക്ച്വലി. എനിക്ക് ഐ ഡിസൈഡ് ടു ലീവ് സിയറ്റ് ഫോർ സം അതർ റീസൺ. സോ നൗ വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്തായിരുന്നു അന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്കകത്ത് എസെൻറ്റ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, വിച്ച് ഈസ് ഓഫ് ദി അപ്പോയിൻമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ ഞാൻ പൂനെയിലായിരുന്നു അന്ന്, പൂനെയിലായിരുന്നു. സോ എസെൻറ്റിനകത്തൊരു ഒരു ആഡ് കണ്ടു, ദ വേൾഡ്സ് നമ്പർ 1 ടയർ കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ 1, 2, 3, 4, 5 ഓപ്പണിങ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അന്ന് ബ്രിസ്റ്റോൺ ഓൾറെഡി ഇൻ ഗുഡിയർ വാസ് ദർ. അപ്പോൾ പിന്നെ നമുക്ക് കമ്പനിയുടെ പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പിന്നെ ഒറ്റ ആളെ ഇനി ഇന്ത്യയിലോട്ട് വരാൻ ബാക്കിയുള്ളൂ, വിച്ച് ഈസ് മിഷ്ലിൻ. അപ്പം അപ്ലൈ ചെയ്തു, നോർമൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ വെറുതെ ഒരു സംഭവം. പക്ഷേ പിന്നെ അപ്പോൾ അവർ എന്നെ റിട്ടേൺ ടെസ്റ്റിന് വിളിച്ചു. സി ഐ ടെൽ യു വാട്ട്, മിഷ്ലിൻ 3000 ആപ്ലിക്കേഷൻ ഫോംസ് ആർക്ക് കിട്ടി. ബിക്കോസ് ടയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുടെ ഒരു ഡ്രീം കമ്പനിയാണ് ടു വർക്കേഴ്സ് മിഷ്ലിൻ ആയിരുന്നു അന്നും ഇന്നും. വിഷമിക്കേണ്ട, സോറി കട്ട് ആയിരുന്നു. അപ്പോൾ ദേ ഗോട്ട് 3000 application. Now 3000 application not from the tire industry people, but it's from lubes, batteries, car manufacturing, L&T, all those technically ആയിട്ടുള്ള എല്ലാ കമ്പനിയിൽ നിന്നും ഇവർക്ക് 3000 application കിട്ടി. And they wanted only 5. 5 പേരെ മതി. പക്ഷേ ദേ ഗോട്ട് 3000 application. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് റിട്ടേൺ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നു. ബോംബെയിൽ പോയി ഞാൻ റിട്ടേൺ ടെസ്റ്റ് എഴുതി. അപ്പോഴും കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയ ഹോപ്പൊന്നുമില്ല. 3000 ഫുള്ളായിരുന്നു. അവിടെ നമ്മുടെ ഒരു എൻട്രൻസ് എക്സാമിന് എഴുതാൻ നിൽക്കുന്നേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ ഓരോ പോയിന്റിലുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഡൽഹി, ബോംബെ, കൽക്കട്ട, ചെന്നൈ എല്ലായിടത്തും അല്ല, അവിടെയൊക്കെ വേറെ പോയിന്റുകൾ നടക്കുന്നില്ല. ഐ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ ബോംബെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് നടക്കുന്ന കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ I got another call that is for the group discussion. Okay. ലൈക്ക് ഒരു ആർമി സെറ്റപ്പ് ആണ്. അയ്യോ ഭയങ്കര ടഫായിരുന്നു. അതിൻ്റെ ടഫസ്റ്റ് പാർട്ടിലേക്ക് ഞാൻ വരുന്നുള്ളൂ, വിച്ച് ഇസ് ദ പ്രൈം മെയിൻ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ അഗെയിൻ somehow I got through and then they called for the personal interview. അതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി കിട്ടില്ല എന്നുള്ള കാര്യം. കാരണം അത്രയ്ക്കും ഭയങ്കര ടഫായിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം ഭയങ്കര ടഫായിരുന്നു. ബട്ട് ഐ somehow answered quite a few questions. പക്ഷേ കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പിച്ചു. തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. Now this is one thing which I want everyone to know, that this is how a good company works. അവിടെ അവർ എഴുതിയിട്ടുണ്ട് അപ്പോയിൻമെൻറ്റ് ലെറ്ററിനകത്ത് എല്ലാതും എഴുതിയിട്ടുണ്ട്. On successful completion of training you will be absorbed in the company at so and so designation with a salary of so and so എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ MBA ആണെങ്കിലും നമ്മൾ അന്നൊക്കെ കണ്ടിട്ടുള്ളത് ഇതൊരു ഫോർമാലിറ്റിയാണ് അല്ലേ. ആ ലെറ്റർ ഇസ് എ ഫോർമാലിറ്റി, ഒരു വെറുതെ എഴുതുന്ന ഒരു സാധനം. അതായത് നമ്മൾ കമ്പനിക്ക് കിട്ടി, ഇനി പിന്നെ ഇങ്ങനത്തെ ലെറ്റർ മാത്രമേ വരാനുള്ളൂ. പക്ഷെ ഇവർ ശരിക്കും ദേ മെൻഡ് ഇറ്റ്. അതായത് ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നൗ കംസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇങ്ങനെ ഒരു 10 പേർക്ക് ലെറ്റർ അയച്ചു. നൗ ഈ 10 നിന്ന് അവർക്ക് 5 പേരെ മതി. സോ ദാറ്റ് മീൻസ് അവർക്ക് ഇനി 5 പേരെയും കൂടെ സോർട്ട് ചെയ്യണം. ബട്ട് പഴയ കമ്പനികളുള്ളവർക്ക് റിസൈൻ ചെയ്തിട്ട് വേണം അന്ന് ജോയിൻ ചെയ്യാനായിട്ട്. സോ വി വെന്റ് ടു ഡൽഹി, ജോയിൻ മിഷ്ലിൻ, നോട്ട് ജോയിൻഡ്, ട്രെയിനിങ് ക്ലാസ്സിൽ പോയിരിക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 6 months ട്രെയിനിങ്. ഏത് ഇയറിലായിരുന്നു? 99. അപ്പോൾ ഈ സമയത്ത് എല്ലാ സെക്കൻഡ് സാറ്റർഡേ ഈവനിങ് വി ഗിവ് എ എക്സാം. based on that previous 2 weeks training. ആ എക്സാം പാസ്സായവർ മാത്രമേ
ആ മൺഡേ തുടങ്ങി പിന്നത്തെ ട്രെയിനിങ് കാണത്തുള്ളൂ. പിന്നെ സോർട്ട് ചെയ്ത് വരും. അവർക്ക് 5 പേര് മതി, 10 പേര് എടുത്തിട്ടുണ്ടല്ലോ. അത് ഇരിക്കുന്ന 10 പേരും എന്ന് പറയുന്നത് ഞാൻ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. LNT, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, കൈനറ്റിക് ഹോണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു അത്യാവശ്യം പ്രീമിയം. അന്നത്തെ ആൻഡ് മിഷ്ലിൻ ഹാസ് ഗോട്ട് അനദർ പോളിസി. അത് ഇപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന പോളിസിയാണ്. ദേ ഡോണ്ട് ടേക്ക് പീപ്പിൾ ഫ്രം ടയർ ഇൻഡസ്ട്രി. Then how Kiran? Then how Kiran is another question. I'm still wondering how Kiran is, basically because I don't know why. Because ഇപ്പോഴും മിഷ്ലിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിഷ്ലിനകത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ദേ ഡോണ്ട് ടേക്ക് പീപ്പിൾ ഫ്രം ദ ഇൻഡസ്ട്രി. ഇറ്റ്സ് ഈവൻ നൗ ഇറ്റ്സ് സെയിം. അപ്പം വൈ കിരൺ എന്നുള്ളതിന് ഞാൻ ഞാൻ കണ്ടെത്തിയ ഒരു ലോജിക്കലിലൊന്ന് പ്രോബബ്ലി ദേ ഓൾസോ നീഡ് എ പേഴ്സൺ ഫ്രം ദ ഇൻഡസ്ട്രി ബിക്കോസ് വി ആർ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഫോർ മിഷ്ലിൻ. അപ്പോൾ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പ്രോബബ്ലി ഫീഡ് ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ടല്ലോ. പക്ഷെ എനിക്ക് വലിയ നോളജൊന്നും സീറ്റത് ഉണ്ടായിരുന്നില്ല ഫീഡ് ചെയ്യാൻ മാത്രം. പക്ഷെ കുറേ ഇൻ്റർവ്യൂ സമയത്ത് ഒരുപാട് ടയർ കമ്പനിക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 10 പേരിൽ നിന്ന് 5 പേരാക്കണം. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സാറ്റർഡേയും എക്സാം കൊടുക്കും. മൺഡേ മോർണിംഗ്, നൗ ദിസ് എൻ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. മൺഡേ മോർണിംഗിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ട്രെയിനിങ് റൂമിൽ വരും. കം ടു ദ സെക്കൻഡ് ഫ്ലോർ. ഈ 2 പേരും സെക്കൻഡ് ഫ്ലോറിലാണ് ഓഫീസ്. അവിടെ കൊണ്ട് ഇരുത്തും. 10 മിനിറ്റ് കൊണ്ട് 2 months സാലറിയും റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുക്കും. പറഞ്ഞുവിടും. ആൻഡ് ദേ വോണ്ട് അലൗ ദിസ് പേഴ്സൺ ടു കം ആൻഡ് ഇൻട്രാക്ട് വിത്ത് അസ്. നമ്മളുടെ അടുത്ത് തിരിച്ച് സംസാരിക്കാനുള്ള ഒരു ചാൻസ് പോലും അവർ തരില്ല. ബിക്കോസ് ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് റോങ് തോട്ട്സ് ഇൻ ടു ദ അതേഴ്സ് മൈൻഡ്. അന്ന് വേറൊരു ഓപ്ഷനും ഇല്ല. ഈ മെസ്സേജ് അയക്കാനോ വാട്സപ്പ് അയക്കാനോ കോൾ ചെയ്ത് പറയാനോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നെ വിട്ടതെന്ന് പറയാനോ ഒന്നും ഒരു ഓപ്ഷനില്ല. ഇറ്റ്സ് ഓൾവേസ് ആൻ അൺസർട്ടനിറ്റി. എന്തുകൊണ്ടാണ് ഇവരെ പറഞ്ഞു വിട്ടത്, എന്തായിരിക്കും ഇവരുടെ മൈനസുകൾ, എന്തായിരിക്കും എക്സാമിൽ ഇവർ ഫെയിലായ ഭാഗങ്ങൾ, ഇതൊന്നും അറിയില്ല. ഇവർ മോളിക്ക് പോണത് മാത്രമേ ഉള്ളൂ. പിന്നെ അവർ പോയി vanished from our contact list also. There is no way that we can get in touch with those people. അങ്ങനെ ആയി അവസാനത്തെ ട്രെയിനിങ് വീക്കിൻ്റെ ലാസ്റ്റ് സെഷനായി. അന്നേരം എത്ര പേരുണ്ടായിരുന്നു? അന്നേരം നമ്മൾ 6 പേര്. ആ സെഷന് ആ സാറ്റർഡേ വന്നിട്ട് ഒന്ന് ഞാനായിരുന്നു, ഒന്ന് വേറൊരുത്തന്നെ വിളിച്ചു. കം ടു ദ സെക്കൻഡ് ഫ്ലോർ ബിക്കോസ് ഐ ന്യൂ ദാറ്റ് എമംഗ് ദ റെസ്റ്റ് ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ വെച്ച് അവരെല്ലാം ദ വർ ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ ദാൻ മീ. അതിലത്തെ ഒരാളാണ് ഇപ്പോഴത്തെ മിഷ്ലിൻ്റെ MD. So we were together, ഇപ്പോഴത്തെ മിഷ്ലിൻ്റെ MD, the person who is heading Michelin now in India, the managing director, is my colleague. Like we were the roommates also during the training days. അത്രയും ക്ലോസ് ആയിരുന്നു നമ്മൾ. അപ്പം യു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയി, മോളിൽ കൊണ്ടുപോയി. അപ്പം ഐ വാസ് എക്സ്പെക്ടിങ് ഒരു 2 months സാലറി. അപ്പം ഞാൻ ഇവിടുന്ന് ഈ ലിഫ്റ്റിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ആലോചിച്ചിരുന്നത് ഈ 2 months സാലറി എന്ന് പറയുമ്പോൾ ഇത്ര എമൗണ്ട് ഉണ്ടാകും, അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എവിടെ ട്രിപ്പിന് പോകണം, എവിടെ എന്നാ കറങ്ങാൻ പോകണം എന്നൊക്കെയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം മറ്റേ കൂടുതലുള്ള പയ്യനെ വിളിപ്പിച്ചു. അകത്ത് പോയി. അവനാണെങ്കിൽ ഭയങ്കര ഒരു കൂൾ ക്യാരക്ടറായിരുന്നു. അവൻ തിരിച്ചു വന്നു, താങ്ക് യുടാ, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് 100%. ദെൻ ദ ലാസ്റ്റ് ഇസ് മൈൻ. സോ ഐ വാസ് എക്സ്പെക്ടിങ് ദ സെയിം. അല്ലേ, ഇനി വേറെ ഒന്നും നോക്കാനൊന്നുമില്ലല്ലോ. അകത്ത് പോയി കഴിഞ്ഞപ്പോൾ I remember this Fabrice, his name is Fabrice, a French. It's all French. It's all, the top guns are all, not even a single Indian on top of us. He said, you are in. So it's happy, like I was kind of a shock for me. But you have a major attitude problem. എനിക്ക് ഒരുപാട് ബാഡ് ബോഡി ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരിക്കും, പക്ഷെ അന്ന് ഒരുപാട് ഉണ്ടായിരുന്നു. സോ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു എനിക്ക്. അത് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഈ ടയർ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന കൊണ്ട് എനിക്ക് ഒരു വിചാരം എനിക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് മിഷ്ലിൻ എടുക്കാത്തത് കേട്ടോ. ബിക്കോസ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് അറിയുന്ന ഒരാളെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫ്രഷ് മൈൻഡിൻ്റെ എടുത്തിട്ട് പഠിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരു കമ്പനിയായിരുന്നു മിഷ്ലിൻ. സോ ദേ സെഡ്, ബട്ട് വി ആർ സീയിങ് സം പോസിറ്റീവ്സ് ഇൻ യു, ദാറ്റ് ഇഫ് യു കുഡ് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ഫ്രം ദ day 1 till now, if you can change your attitude, you can change anything. Like you can be placed anywhere in any position. So you are in. And then I got my appointment letter. So this is the story short ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇലാബറേറ്റ് ആണെങ്കിൽ കുറേ ഇൻസിഡൻസ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്. So then I started my real tire journey with Michelin. Turning point. We were in Delhi for quite some time. ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടും പിന്നെ ആൻഡ് ഐ വാസ് ലക്കി ദാറ്റ് എനിക്ക് വേൾഡിലത്തെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള മിഷ്ലിൻ എന്താ ചെയ്യുന്നത്, വെൻ ദേ ഗോ ടു വൺ കൺട്രി ഫോർ ദ ഫസ്റ്റ് ടൈം, ദേ ഹയർ ദ ബെസ്റ്റ്. അതിനുള്ള സ്ക്രീനിങ് പ്രോസസ്സാണ് ഈ ടഫ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ്. ദേ ടേക്ക് ദ ബെസ്റ്റ് ആൻഡ് ദേ ട്രെയിൻ ദം വിത്ത് ദ ബെസ്റ്റ് ട്രെയിനേഴ്സ് ഇൻ ദ വേൾഡ്.
അപ്പോൾ എന്താ ഗുണമെന്നറിയോ, അവരുടെ ട്രെയിനിങ് കിട്ടിയ ഈ 5 പേരില്ലേ, ഇവരായിരിക്കണം അടുത്ത ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടത്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഗിവ് ദ ബെസ്റ്റ് ട്രെയിനിങ് ടു അസ്. ഒരു പക്ഷേ ഇപ്പോഴത്തെ മിഷ്ലിൻ എംപ്ലോയീസിനൊന്നും അത് കിട്ടുന്നുണ്ടാവില്ല, ബിക്കോസ് അതിങ്ങനെ ഡൈല്യൂട്ടായി. അപ്പോൾ ദെൻ ഐ വാസ് ലക്കി ദാറ്റ് ഐ ഗോട്ട് ട്രെയിൻഡ് ബൈ വേൾഡ്സ് ബെസ്റ്റ് ട്രെയിനർ കോൾഡ് ഗീ പിലെ, ഈസ് എൻ ഓസ്ട്രേലിയൻ, ആൻഡ് ഫാബ്രിസ് ഈസ് എ ഫ്രഞ്ച്, ആൻഡ് ബോബ് കെയോ. ഇവരൊക്കെ വേൾഡിലത്തെ മിഷ്ലിൻ്റെ തന്നെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ്. അവരൊക്കെ നമ്മൾ ചെയ്തു നോക്കിയാൽ, ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ പോലും കാണാം, അത്രയും വലിയ ട്രെയിനേഴ്സാണ്. അപ്പോൾ അവരുടെ അണ്ടറിൽ ട്രെയിനിങ് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ലൈഫിലത്തെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ അതുവരെ മിഷ്ലിനൊക്കെ ജോയിൻ ചെയ്യുന്നതിനേക്കാളും മുമ്പൊക്കെ നമ്മൾ ടയർ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് തൊട്ട് നിന്ന സാധനം മിഷ്ലിനത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഐ റിയലി സ്റ്റാർട്ടഡ് നമ്മളിപ്പോഴും എൻ്റെ സ്റ്റോറിൽ ഒരു ടയർ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി തൊട്ട് നോക്കും. ഇതോ ടയർ വലിയൊരു ക്ലീൻ സാധനമൊന്നുമല്ലല്ലോ അല്ലേ നോർമലി. ഞാനിപ്പോഴും എൻ്റെ അടുത്ത ആൾക്കാരും ചോദിക്കും അത് മാറാറായോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇപ്പോഴും ഞാൻ പോയി എൻ്റെ വിരലുകൊണ്ട് തന്നെയാണ് അതൊക്കെ തൊട്ട് നോക്കുന്നത്. അതൊക്കെ ആ ഒരു ഫീലൊക്കെ ടയർ തൊട്ടുകൂടാത്തൊരു സാധനമല്ല എന്നും, ടയർ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെന്നും, ടയറിനകത്ത് ഒരുപാട് ടെക്നോളജി ഉണ്ടെന്നും ഒക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് മിഷ്ലിനാണ്. So very thankful to Michelin for whatever I am today. Okay, like Michelin കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു പ്ലേസ്മെന്റ്, എങ്ങനെയായിരുന്നു എൻ്റെ ജേർണി? ബാംഗ്ലൂരിലായിരുന്നു കുറേ കാലം. എവിടെയാണ്? R&Dയിലായിരുന്നു? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലായിരുന്നു. അപ്പം മിഷ്ലിൻ, ബിക്കോസ് സൗത്ത് ഈസ് ഓൾവേസ് ദി ബെസ്റ്റ് മാർക്കറ്റ് ഫോർ എനി MNC. ഏത് പ്രൊഡക്റ്റ് എടുത്താലും സൗത്തിലാണ് അവരുടെ ഒരു അട്രാക്ഷൻ, ഓട്ടോമൊബൈൽ എസ്പെഷ്യലി. അപ്പം ഐ വാസ് ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ, taking care of all 4 southern states, and that was the കുറച്ച് കാലം എനിക്കത് ചെയ്യേണ്ടി വന്നു, ആ സെയിൽസ് ജോബ്. ദെൻ ഐ ഗോട്ട് മൂവ് ടു ദി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഇന്ത്യ ഹെഡായി മാറി. അവിടെ നിന്നുകൊണ്ട് നമ്മൾ മിഷ്ലിൻ്റെ ബിബെൻഡം, ദാറ്റ് മിഷ്ലിൻ്റെ ഒരു ലോഗോ ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ബിബെൻഡം ഇറ്റ് ഈസ് കോൾഡ്. അതിൻ്റെ കുറേ വിഷ്വൽസും അതിൻ്റെ കുറേ അത് വെച്ചുകൊണ്ടുള്ള കുറേ ആഡ് ഡെവലപ്മെൻറ്റ്സും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർ ദ ടൂറിസ്റ്റ്. പക്ഷേ വാട്ട് വെൻറ്റ് റോങ് ഡ്യൂറിങ് ദാറ്റ് ടൈം ഈസ് മിഷ്ലിൻ നമ്മളെടുത്തു കഴിഞ്ഞെങ്കിലും ഫസ്റ്റ് 2 to 3 years they got bit stuck as far as Indian strategy. Like they were not sure whether to go alone or because ഇന്ത്യയിൽ അന്നൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി എല്ലാം 70% 80% ആണ്. അപ്പോൾ ഇമ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ ഈസ് നോട്ട് ഫീസിബിൾ. India is a huge market. അന്ന് അവർക്കറിയാം ടുഡേ ഓർ ടുമോറോ ദേ ഹാവ് ടു ബി ഇൻ ഇന്ത്യ ഫാക്ടറിന്. അപ്പോൾ അവർ പോയിട്ട് ചെയ്ത ഒരു മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു, ദേ ടൈഡ് അപ്പ് വിത്ത് അപ്പോളോ ഫോർ മാനുഫാക്ചറിങ്. അപ്പോളോയിൽ മിഷ്ലിൻ ടുക്ക് 15% ഷെയർ ഇൻ അപ്പോളോ, വിച്ച് വാസ് ഗുഡ് ഫോർ അപ്പോളോ ബട്ട് നോട്ട് ഗുഡ് ഫോർ മിഷ്ലിൻ. ആൻഡ് ഈ അപ്പോളോയ്ക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അപ്പോളോയുടെ ഒരു വെഞ്ചറും സക്സസ്ഫുൾ ആയിട്ടില്ല പലയിടത്തായിട്ട്. അപ്പോളോ ഈസ് പ്രോബ്ലി ഇഫ് യു ആസ്ക് മീ, അപ്പോളോ ഈസ് ദ കംപ്ലീറ്റ്ലി മെസ്ഡ് അപ്പ് കമ്പനി. ദോ ദ ടേൺ ഓവർ ഈസ് ഗുഡ്, പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഗ്രേറ്റ്, ബട്ട് ടേൺ ഓവർ ഈസ് എക്സലൻറ്റ്. ദേ ആർ ട്രൈങ് ടു ഗിവ് എൻ MNC ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ദേ വെന്റ് ടു സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഒരു ഫാക്ടറി അങ്ങ് എടുത്തു ടു ഗിവ് ദാറ്റ് MNC ഇമേജ്. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പൂട്ടി. നൗ ദ വേഴ്സ്റ്റ് ഇസ് വാട്ട്, അന്ന് അപ്പോളോ വാസ് വേൾഡിലെ 14th or 15th ജസ്റ്റ് ബിലോ 20th റാങ്കിങ്ങുള്ള ടയർ കമ്പനി ആയിരുന്നു. അവർ പോയിട്ട് കൂപ്പർ ടയേഴ്സ് എന്ന് പറഞ്ഞ അമേരിക്കൻ ബ്രാൻഡിനെ പോയിട്ട് ബിഡ് ചെയ്തു ബൈ ചെയ്യാനായിട്ട്. ഞാൻ ഇതൊക്കെ കോർപ്പറേറ്റ് വേൾഡിൽ അറിഞ്ഞത് കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വിത്തിൻ 1 year ദേ ഹാഡ് ടു സെറ്റിൽ ഇറ്റ്. അങ്ങനെ കൂപ്പർ ടയേഴ്സിനെ ബിഡ് ചെയ്തിട്ട് ആ മെർജർ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നാലോചിച്ചോ, 14ാമതോ 15ാമതോ കിടക്കുന്ന അപ്പോളോ 3ാമതോ 4ാമതോ കിടക്കുന്ന കൂപ്പറിനെയാണ് ബിഡ് ചെയ്യേണ്ടത്. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിഡ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. സോ ദേ ഡിഡ്ന്റ് പേ കൂപ്പർ. സോ 1 year കഴിഞ്ഞിട്ട് കൂപ്പർ ഫയൽഡ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് അപ്പോളോ. ഇറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇപ്പോഴും അതൊന്നും സോൾവ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 400 million എന്തോ ഒരു ലോ സൂട്ട് കിടപ്പുണ്ട് അപ്പോളോ, സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ നൗ ദേ വെന്റ് ആൻഡ് ടുക്ക് ദിസ് കമ്പനി കോൾഡ് വെഡസ്റ്റീൻ വാട്ട് എവർ, ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുന്നത്, വിച്ച് ഇസ് അഗെയിൻ നെതർലാൻഡ്സ് ബേസ്ഡ് ആണ്. ഇതൊരു കമ്പനി, നോട്ട് എ മേജർ ഗ്രേറ്റ് പ്ലെയർ ഇൻ ദ ടയർ മാർക്കറ്റ്. പക്ഷേ അഗെയിൻ ഫോർ അപ്പോളോ അതൊരു MNC ഇമേജ് ഉണ്ടാക്കാനായിട്ട് അവർ ആ കമ്പനിയെ പോയിട്ട് എടുത്തു. ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വെഡസ്റ്റീൻ എന്ന് പറയുന്ന
ഒരു ബ്രാൻഡായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ, അവർ ഇതൊരു പ്രീമിയം ബ്രാൻഡായിട്ടാണ് പൊസിഷൻ ചെയ്യുന്നത്. പക്ഷേ മൈ ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ അപ്പോളോ ഇൻ അപ്പോളോ ഫാക്ടറി ബൈ അപ്പോളോ എഞ്ചിനീയേഴ്സ്. അതൊക്കെ ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് ദേ മേക്ക് ദെയർ അപ്പോളോ ബെറ്റർ അല്ലേ? ഇപ്പം നമ്മൾ ടാറ്റ ജാഗ്വറും ലാൻഡ് റോവറും ഒക്കെ പോയി എടുത്തിട്ട് ദാറ്റ് ഹെൽപ്പ് ദം ടു ഇംപ്രൂവ് ദ ടാറ്റ ക്വാളിറ്റി ഇല്ലേ? ടാറ്റയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ടാറ്റയുടെ എന്തൊക്കെ പറഞ്ഞാൽ പഴയ ഇന്ത്യക്കല്ലല്ലോ ഇപ്പോഴത്തെ നെക്സോൺ എന്ന് പറയുന്നത്. സസ്പെൻഷൻ ഇമ്പ്രൂവ് ആയി, എഞ്ചിൻ ഇമ്പ്രൂവ് ആയി. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഡിസൈൻ ഇമ്പ്രൂവ് ആയി. അപ്പോൾ ഈ വേർഡസ്റ്റൈൽ എന്ന് പറയുന്ന ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ടയർ കമ്പനി ആയിരുന്നെങ്കിൽ പ്രോബ്ലി ദേ വുഡ് ഹാവ് യൂസ് ദ ടെക്നോളജി ടു മേക്ക് അപ്പോളോ ബെറ്റർ അല്ലേ? പക്ഷേ അതെല്ലാം സംഭവിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. വേർഡസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊണ്ടുവന്ന് ഹൈ ഡീലർ മാർജിൻ കൊടുത്തുകൊണ്ട് പുഷ് ചെയ്യുന്ന, ആൻഡ് they are comparing it with Continental and Michelin. So that is a funny part of it. Anyway, coming back to Michelin and Apollo, മാർക്കറ്റിംഗ് ആയിരുന്നു ഹെഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അവിടെ നിന്നിട്ട് അവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3-4 years കഴിഞ്ഞപ്പോൾ മിഷ്ലിനിൽ ഇറ്റ്സ് ലൈക്ക് as I told you that they were not having a clear plan for India. They got stuck at different point, like അപ്പോളോടെ കൂടെ പോകണോ, അത് കഴിഞ്ഞത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തു. സോ ദെൻ they were not ready to invest in a factory setup in India at that point of time, because Michelin എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിയറസ്റ്റ് ഫാക്ടറി 100% ഫുള്ളായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ അപ്പോൾ they have a huge factory in they had a huge factory in Thailand. അപ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് വിറ്റാൽ മതിയായിരുന്നു എന്നുള്ളതും, അന്ന് മോദിയൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ദേ വർ കംഫർട്ടബിളി സെല്ലിങ് ബൈ ഇമ്പോർട്ടിങ് ആൻഡ് മാർക്കറ്റിംഗ് ഇറ്റ്. ആ ഒരു ഓവർ പീരീഡ് ഓഫ് ടൈം കുറച്ച് കഴിഞ്ഞപ്പം ഒരു പക്ഷേ എന്നിലുള്ള ആ ഒരു ബിസിനസ്സുകാരൻ ഉണർന്നു എന്ന് തോന്നുന്നു. ഏത് സമയത്തായിരുന്നു 2003-4 ഒക്കെ ആയപ്പോഴത്തേക്കും ലൈക്ക് ഐ വാണ്ട് നോട്ട് ഓൺലി ദ ബിസിനസ്സുകാരൻ ഉണർന്നു, പക്ഷെ ഒരു ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ നമ്മൾ എല്ലാ മലയാളികളെയും പോലെ ഐ travel to Middle East to see the potential and opportunity to import tires and distribute in India. അതൊക്കെ ഒരു പക്ഷേ എനിക്ക് റിസൈൻ ചെയ്തിട്ട് അപ്പോൾ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഓഫ് മൈ ഓൺ. സോ ദാറ്റ് ഈസ് ദ ടൈം ഐ വെന്റ് ടു മിഡിൽ ഈസ്റ്റ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അപ്പോഴും നമുക്ക് ഫണ്ട് ഈസ് ആൻ ഇഷ്യൂ. അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഇമ്പോർട്ടിങ് ടയേഴ്സ് ഫ്രം ദുബൈ ടു India and distribute all over India. So ആ സമയത്താണ് ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിന് ടയർ കൊടുത്തിട്ടുണ്ട്, രജനീകാന്തിന് ടയർ കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നു ലൈക്ക് ബ്രാൻഡ് എന്ന് പറയുന്നത്? അവർ പറയുന്ന ബ്രാൻഡ് നമ്മൾ കൊടുക്കും. ബിക്കോസ് ദോസ് ഡേയ്സ് ഇറ്റ് വാസ് മോർ ഓഫ് ബ്രിസ്റ്റോൺ, ബിക്കോസ് ഫെറാറീസിലൊക്കെ അന്ന് പൊട്ടൻസാസ് എന്നൊക്കെ പറയുന്ന റൺ ഫ്ലാറ്റ് ടയർസ് എന്നൊക്കെ പറയുന്ന സംഭവം ഇവിടെ ഇന്ത്യയിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇല്ല ഇന്ത്യയിൽ ബ്രിസ്റ്റോൺ ഒഫീഷ്യലി പോലും ചെയ്യുന്നില്ലായിരുന്നു. സോ നമുക്ക് so someone had informed them that this man in Dubai does this kind of a job. അന്ന് ആർക്കൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഓർമ്മയിൽ? അന്നത്തെ എൻ്റെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ, കമൽ ഹാസൻ, ചിരഞ്ജീവി. ദീസ് ആർ ദ സെലിബ്രിറ്റി കൈൻഡ് ഓഫ് എ തിങ്. ബട്ട് മൈ മേജർ എനിക്കൊരു വളരെ സന്തോഷത്തോടുകൂടി പറയാവുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, PMO's ഓഫീസ്, അവരുടെ ബുള്ളറ്റ് പ്രൂഫിംഗ് ഓഫ് ടയർസ്. അവർക്ക് അവരുടെ അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നു, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, അവരുടെയൊക്കെ കോൺവോയ് ഓഫ് കാർസ് എല്ലാം ഒരേപോലത്തെ കുറേ ടാറ്റ സഫാരീസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ സഫാരിക്കൊക്കെ അതിനെ ബുള്ളറ്റ് പ്രൂഫ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടെക്നോളജി. സോ വി വർ ഇൻസ്ട്രുമെൻ്റൽ ഓർ ഇൻ ഹെൽപ്പിംഗ് ദം to do that bulletproofing of tires in India for them. I mean supplied a couple of things. ഇതിനിടയ്ക്ക് ഞാൻ വേറെ സാധനം പറയാം. ബ്രഹ്മോസിന്റെ ഒരു സാധനമുണ്ട്. ഞാൻ കിരൺചേട്ടനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. ആ ടോപ്പിക് ഞാനിപ്പോൾ പറയിപ്പിക്കാം. എടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ റോക്കറ്റ് വിടുന്നതും ടയറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലൈക്ക് പറയും ബ്രഹ്മോസിന്റെ സ്റ്റോറി എന്താണ്? അങ്ങനെ PMO's ഓഫീസിൻ്റെ ടയേഴ്സ് ഒക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐ ഗോട്ട് എ കോൾ ഫ്രം DRDO ഒരു കോൺടാക്ട് വഴി, Department of Research and Development Organization. They wanted some tires for the BrahMos missile launches. It's not the missile ടയർ ഒന്നുമില്ല, പക്ഷേ മിസൈൽ പോകുന്ന ലോഞ്ചേഴ്സിന് ടയറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ടയർസ് ആണ് കേട്ടോ. അതൊക്കെ ഞാനും ഒരു പക്ഷേ ഓർഡർ കൈ വന്നതിന് ശേഷമാണ് അതൊക്കെ പഠിക്കുന്നതിനെ കുറിച്ച് കൂടുതലായിട്ട്. സോ ദിസ് ഈസ് ബേസിക്കലി നമ്മളൊരു മിസൈൽ അങ്ങോട്ട് പോകുമ്പോൾ ദർ വിൽ ബി എ ഡൗൺവേർഡ് ത്രസ്റ്റ്. അപ്പം ഫോർ എവറി റിയാക്ഷൻ ദർ ഇസ് എൻ ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടൺ സ്റ്റേഡിലോ പറഞ്ഞ പോലെ റോക്കറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ താഴേക്ക് ഒരു
ത്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ത്രസ്റ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഷോക്ക് അബ്സോർബിങ് ടയേഴ്സ് ഉണ്ട്. അത് മാത്രമേ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ത് പറ്റുന്ന വെച്ചാൽ ആ മിസൈൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ടയർ പഞ്ചറായി നിൽക്കും, പൊട്ടിന്ന് നിൽക്കും. മിസൈലിൻ്റെ പ്രൊജക്റ്റൈൽ മാറും. അവിടെ പോകേണ്ടത് പാകിസ്ഥാനിൽ പോണത് ചിലപ്പോൾ കൊച്ചി വന്ന് വീഴും. സോ ചെറിയൊരു ആംഗിൾ 1 degree ഡിഫറൻസ് ഇൻ ദ പ്രൊജക്റ്റൈൽ വുഡ് ലീഡ് ടു മേജർ ചെറിയ മൈന്യൂട്ട് ഡിഗ്രി വ്യത്യാസം വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ടയർ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതിനകത്ത്. അപ്പോൾ അതിന് ഞാൻ വാസ് ഇൻസ്ട്രുമെൻ്റൽ ഓർ ഐ ഇമ്പോർട്ടഡ് ദിസ് ടയേഴ്സ് ഫോർ ബ്രഹ്മോസ്. ഒരു 3-4 കണ്ടെയ്നേഴ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് ഐ സപ്ലൈ ടു DRDO. സോ ദാറ്റ് ഈസ് വൺ അതർ അച്ചീവ്മെൻറ്റ് ഐ വുഡ് സേ. അപ്പം ബ്രഹ്മോസിനൊക്കെ ടയർ കൊടുത്തുള്ള ആളാണ്. അതായിരുന്നു പഴയ കിരൺ. ചെറിയ പുള്ളിയൊന്നുമല്ല. അവിടെ ഭയങ്കര കംഫർട്ടബിൾ അല്ലായിരുന്നു. അവിടെ നിന്നിട്ട് കേരളത്തിൽ വന്നൊരു ടയർ ഷോപ്പ് ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു അബദ്ധങ്ങളൊക്കെ അബദ്ധം എന്ന് പറയാൻ പറ്റുന്ന ചില ഈ ഏർലി 2000s ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്ത്യ ഈസ് ഷൈനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വാജ്പേയിയുടെ കാലത്താണ്. അപ്പോൾ ഇന്ത്യ ഈസ് ഷൈനിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇന്ത്യ ഈസ് ഷൈനിങ്. അങ്ങനെ ഞാൻ ദുബൈയിൽ ഐ തിങ്ക് ഡ്യൂറിങ് 2008 മൈ ടേൺ ഓവർ വാസ് ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പി 100 crores ആയിരുന്നു. ഓക്കെ, ഐ വാസ് അറ്റ് മൈ ബിസിനസ് പീക്ക്. ഒരു പക്ഷേ ഇന്ന് പോലും ഞാൻ അവിടെ എത്തിക്കാണില്ല. പക്ഷേ ഐ വാസ് അറ്റ് മൈ ബിസിനസ് പീക്ക് ഇൻ 2008. ഓക്കെ, അപ്പോൾ ആ സമയത്തായിരുന്നു ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനൊക്കെ നടക്കണം. അതിനേക്കാളും കുറച്ച് മുമ്പ്. ദെൻ ഐ തോട്ട് ലെറ്റ് മീ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ സോ ദാറ്റ് ഷൈൻ ചെയ്ത് ഇന്ത്യ വരുമ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ടുണ്ടാവും, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്, അറ്റ്ലസ് രാമേന്ദ്രൻ കുവൈറ്റ് വാറിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ജോസ്കോ മറ്റേ വാറിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഓരോ സമയത്ത് പോയിട്ട് ടൈംലി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് വലിയ ബിസിനസ്സുകാരായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ആ ബിസിനസ്സൊക്കെ ടെലിങ് 2008 100 crore ടേൺ ഓവർ ചെയ്യുന്ന ആൾ പോയിട്ട് നേരെ വന്നിട്ട് കൊച്ചിയിലൊരു അപ്പോഴും എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നു, കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സെറ്റ് ചെയ്ത ടയർ സ്റ്റോറാണ് ടയറക്സ് 24/7. ലൈക്ക് ടയറക്സിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് തിങ്, എന്തുകൊണ്ട് ടയറക്സ് എന്നുള്ള പേരെടുത്തു? ടയറക്സ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ടയർ എക്സ്പെർട്സ്. ഓ, ഓക്കെ. ഞാനിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. ടയർ എക്സ്പെർട്സിൻ്റെ ഷോർട്ട് ഫോം ആണ് ടയറക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടാഗ് ലൈൻ വാസ് മീറ്റ് ദ പ്രൊഫഷണൽസ്. ഓക്കെ. അപ്പോൾ നമ്മൾ അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ അന്ന് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ ടയർ ഷോപ്പുകളുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു? അന്ന് ആരുമില്ല അങ്ങനെ. അന്നും ഈ കൺവെൻഷണൽ ടയർ റീറ്റെയിലിംഗ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ടയർ എക്സ്പേർട്സ് മീറ്റ് ദ പ്രൊഫഷണൽ എന്നുള്ള ടാഗ് ലൈനും എൻ്റെ കൂടെ കുറച്ച് അവിടെ നിന്നുള്ള മിഡിൽ ഈസ്റ്റ് എന്നുള്ള 3-4-5 പേരും കൂടെ ആണ് നമ്മൾ ഈ ടയറക്സ് തുടങ്ങുന്നത്. ബട്ട് ദേ ഓൾ ഗോട്ട് ബിസി വിത്ത് ദെയർ ഓൺ ബിസിനസ് സംഭവങ്ങളും അല്ലെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേ ഓൾ പുൾഡ് ഔട്ട്. അങ്ങനെയാണ് ഈ ടയറക്സ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കസ്റ്റമറിന് ടയർ ഷോപ്സ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ ഷോപ്സുകളൊന്നുമില്ല. കമ്പനീസും ഇതുപോലത്തെ ഒരു അഗ്രസീവ് മോഡലൊന്നും ആയിരുന്നില്ല. കാർസും വളരെ 5-10 സൈസ്. ഇന്ന് എനിക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 200 ഡയമെൻഷൻസ് വെച്ചാൽ പോലും 200 ഡയമെൻഷൻസ് വെച്ചാൽ പോലും നമുക്ക് തികയത്തില്ല. 200 ഡയമെൻഷൻസ് ഇൻ 10 കമ്പനീസ്. ഞാൻ എല്ലാതൊന്നും സ്റ്റോക്ക് ചെയ്യില്ല, എന്നാലും ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെൻട്രി ഓറിയൻറ്റഡ് ബിസിനസ്. അപ്പോൾ അങ്ങനെയാണ് ടയറക്സ് ഉണ്ടായത്. ടയറക്സ് ഫ്രം 2008 till 2022 till I met you. It was Terex. 2008 മുതൽ 2022 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അത് ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ആയിരുന്നു. ഐ ഹാവ് മേജർ ഇഷ്യൂസ് ഇൻ മൈ ബിസിനസ്. ഒരുപാട് ഡൗൺ പാർട്ടീസ് വിച്ച് ഐ റിയലി വാണ്ട് ടു ഐ പ്രിഫർ ടു ഫോർഗെറ്റ്. അത്രയും വലിയ ഡൗൺസും അപ്സും ഒക്കെ ഡൗൺസും ഒക്കെ ഉണ്ടായിരുന്നു, വിച്ച് ഈസ് ഐ കുഡ് ഓവർകം ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. till 2019 till COVID, till Corona. പോസ്റ്റ് കോവിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ബെറ്റർ ആയത്. തിങ്സ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ഇൻ മൈ ലൈഫ്. ദാറ്റ് ടു പാർഷ്യലി ബിക്കോസ് ഓഫ് അനദർ ഡിജിറ്റൽ വീഡിയോ ഓഫ് മൈൻ വിച്ച് ഇസ് ബൈജു എൻ നായർസ് വീഡിയോ. അപ്പോൾ അത് കാണാത്തവരടുത്ത് ഞാൻ എപ്പോഴും പറയും അതാണ് ഒരു പക്ഷേ സാധനം കിട്ടുന്നത്. അതെ, ഒരു സാധനം കിട്ടുന്നത് അതാണ് ഒരു പക്ഷേ ടയർ ഗുരുവിന്റെ. എൻ്റെ കമന്റ് സെക്ഷനിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കിരൺചേട്ടനെ കാണാൻ വന്നപ്പോൾ കിരൺചേട്ടൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റോട് പറഞ്ഞ സാധനമുണ്ട്. ഫിൻലൻഡിൽ നിന്ന് വരെ അത് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിൻലൻഡിൽ ഇത് ടയർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. താങ്ക്സ് ടു ഡെഫിനറ്റ്ലി ബൈജു എൻ നായർ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അത് ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ടയറക്സ് എന്നുള്ള കൺസെപ്റ്റ്, മീറ്റ് ദ ടയർ എക്സ്പെർട്ട്, ലൈക്ക് ഭയങ്കര ലോക്കലൈസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഒരു ഇൻഡസ്ട്രീനെ
ഒരു എക്സ്പെർട്ട് ലെവലിലോട്ട് കൊണ്ടുവന്നപ്പം എങ്ങനെയായിരുന്നു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആൾക്കാരുടെ റിയാക്ഷൻ? ഇനീഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ടയറക്സ് കൊച്ചി തുടങ്ങി, എന്തെന്നെ ഐ വെന്റ് ടു ടയറക്സ് കൊല്ലം. ഓക്കെ. അപ്പോൾ ഈ കൊല്ലത്തേരനെ പൊങ്കാലിടാൻ വരില്ല കേട്ടോ. കൊല്ലത്തേര് അന്നത്തെ ഏത് കാലത്ത്? 2010 ഞാൻ കൊല്ലത്ത് തുടങ്ങി. 2008 കൊച്ചി തുടങ്ങി. 2010 നേരത്തെ പറഞ്ഞ സുബിൻ അങ്ങനെ ആയിരിക്കും മേ ബി കണക്റ്റഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് കൊല്ലംകാരെന്ന് വെച്ചാൽ ഇന്നത്തെ കൊല്ലംകാരല്ല, അവർക്ക് വളരെ ഇങ്ങനെ വരുന്നുള്ളൂ. അവിടെ ആകെ ഉള്ളത് ഒരു കുറേ കാഷ്യൂ ബെൻസും കാഷ്യൂ ഓണേഴ്സിൻ്റെ ബെൻസും മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഓടുകയില്ല കാര്യമായിട്ടൊന്നും. അതങ്ങനെ ബെൻസ് ഉണ്ടെന്ന് പറയാനുള്ള ഇന്നത്തെ പോലത്തെ ഒരു ഡെവലപ്ഡ് കൊല്ലമല്ലായിരുന്നു അന്ന്. ഭയങ്കര ലിമിറ്റ്, വേറെ ഒരു ബിസിനസ് സംഭവമൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പോയി തുടങ്ങണേ. സോ ദാറ്റ് ഇസ് എ റോങ് മൂവ്. അപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് MRF ഉണ്ടോ, JK ഉണ്ടോ, സച്ചിൻ ഈ സൈസ് ഉണ്ടോ, ടയർ തരുമോ, അവരൊന്നും വേറെ ഒന്നും കേൾക്കാൻ റെഡിയല്ല. അവർക്ക് വേറെ ഒന്നും കേൾക്കണ്ട. എന്താ ഒന്നും അറിയാനും താല്പര്യമില്ല. എന്താ പ്രൈസ്? അവിടെ നിന്ന് കോവിഡിൻ്റെ സമയത്ത് ആൾക്കാർ ഈ മറ്റേ ഡിജിറ്റൽ വേൾഡിൽ കയറി തലകുത്തി മറിഞ്ഞപ്പോഴാണ് പ്രോബ്ലി എന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരു സ്പേസ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ദിസ് വാസ് കൺട്രോൾഡ് ബൈ ടിൽ 2022. ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ പണ്ട് തുടങ്ങിയിട്ടുള്ള കൺവെൻഷനലായിട്ട് ടയർ ബിസിനസ് ചെയ്ത് കമ്പനിക്കാരൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ടയർ ഡീലർമാരുടെ ഡോമിനൻസിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ടയർ ഇൻഡസ്ട്രി. അവിടെ കമ്പനിയുടെ സെയിൽസിലുള്ള പിള്ളേരായാലും ആൾക്കാരായാലും വേറെ ആൾക്ക് ഡീലർഷിപ്പ് കൊടുക്കില്ല. ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചു. അതിപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ബിക്കോസ് സോഷ്യൽ മീഡിയ സോ സ്ട്രോങ് ദാറ്റ് അവരുടെ അത് കൈ പിടിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതെ. അപ്പോൾ അവിടെ നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാർ കാര്യങ്ങൾ പഠിച്ചപ്പോൾ ആൻഡ് സൈമൾട്ടേനിയസ്ലി മൈ ബൈജു നായർ യൂട്യൂബ് വീഡിയോ പോപ്ഡ് അപ്പ്, വിച്ച് ആക്ച്വലി ആൾക്കാർക്ക് മനസ്സിലായി ടയർ എന്ന് പറയുന്നത് കറുത്ത വട്ടത്തിലുള്ള സാധനം മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. കിരൺ ഇസ് സമൺ ഹു ഇസ് കൺവിൻസിങ് യു ഇൻ ദ നെക്സ്റ്റ് ലെവൽ. ഞാൻ ആദ്യമായിട്ട് കിരൺ ചേട്ടനെ കാണാൻ വന്നത് എൻ്റെ സ്വിഫ്റ്റിലായിരുന്നു. പിറ്റേന്ന് എന്നെ ടയർ മാറ്റാൻ പുള്ളി എന്നെ കൺവിൻസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അതുവരെ കാറിൻ്റെ മെയിൻ പാർട്ട് എഞ്ചിനാണെന്നും പറഞ്ഞ് വിശ്വസിച്ച് വന്നിരുന്ന എന്നെ ടയർ പോയാൽ നീ തീർന്നു എന്ന് പറയുന്ന ലെവലിലോട്ട് പോയി. ഇറ്റ്സ് ട്രൂ ആക്ച്വലി മാൻ. ടയർ എന്ന് പറയുന്ന 4 സാധനത്തിന്റെ പുറത്തല്ലേ ഈ കിടന്ന് കസർത്ത് മുഴുവൻ കാണിക്കും അല്ലേ? 100 പോയിട്ട് ടേൺ ചെയ്യേണ്ടതും 80 പോയിട്ട് ബ്രേക്ക് ചെയ്യണതും ഒക്കെ ഈ 4 സ്പോട്ടിന്റെ മുകളിൽ കിടന്നത്. സോ യു ഷുഡ് ഹാവ് എ ഗുഡ് സെറ്റ് ഓഫ് ടയർസ് ഓൾവേസ്, ബിക്കോസ് ഫസ്റ്റ് സേഫ്റ്റിന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാര്യങ്ങളുടെ കാര്യമില്ല. സോ ഞാനിവിടെ ആയിരുന്നു. ഓക്കെ, നമ്മൾ ചില്ലാക്സിനോട്ട് വന്നില്ല. ചില്ലാക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? പക്ഷേ എനിക്ക് കേൾക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം കൊച്ചിയിൽ വരുന്ന സമയത്ത് എനിക്കൊന്നും ചില്ലാക്സിന് മുന്നേ ആണോ ഹാർലി ഡേവിഡ്സൺ എടുത്ത് ചില്ലാക്സ് ഉള്ള സമയത്ത് തന്നെയായിരുന്നു? സൈമൾട്ടേനിയസ്ലി ഞാനിങ്ങനെ ദുബൈയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ ഒരു എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവരണം എന്നുള്ള ആലോചിച്ചു. അപ്പോൾ ദുബായിൽ നിന്ന് ഓട്ടോമൊബൈൽ ആവണമെന്ന് തീരുമാനിച്ചിരുന്നു. ഫെറാറി ഒക്കെ ആയിരുന്നു മനസ്സിൽ, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫെറാറി കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് ദെൻ ഞാൻ അവിടെ എനിക്കൊരു ഹാർലി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതും പിന്നെ ഒരു ഹാർലി ഞാൻ അങ്ങനെ ഇന്ത്യ ഫോക്കസ് ചെയ്തുകൊണ്ട് മേടിച്ചതാണ്, ഒരു ഫാറ്റ് ബോയ്. അപ്പോൾ എനിക്ക് ധോണിക്കും അതെ കിരൺ ചേട്ടനും മാത്രമേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പിള്ളേരൊക്കെ വന്ന് പറയുന്നത് ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ ഭയങ്കര മറ്റേത് ഫാൻസി സാധനമാണല്ലോ. കേരളത്തിലെടുത്തും ഹാർലി ഡേവിഡ്സൺ ഇറക്കി. ധോണിക്കും പുള്ളിക്കും മാത്രമേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ സാധനം. ലൈക്ക് എന്തായിരുന്നു അതിൻ്റെ ജേർണി? ലൈക്ക് ദുബായിൽ നിങ്ങൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ജേർണിയാണ്. ഞാനിത് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു വെദർ ദിസ് ക്യാൻ ബി ക്ലിയർഡ് ഓർ നോട്ട്. ഓക്കെ. കാരണം കസ്റ്റംസ് വർ എ മേജർ ഇഷ്യൂ ദോസ് ഡേയ്സ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, ദ ഇമ്പോർട്ട് ഡ്യൂട്ടി വാസ് 100%, 105% പ്രിസൈസ്ലി. അന്ന് ഞാൻ 11.5 lakhs ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്തു, ഡ്യൂട്ടി മാത്രം. ആൻഡ് ദ ബൈക്ക് ഫൈനലി കോസ്റ്റഡ് മീ 24 lakhs ഇൻ ഇന്ത്യ. അന്ന് എനിക്ക് ഇന്ത്യയിൽ മാത്രം ഈ വണ്ടി ഇവിടെ എത്തിക്കാനായിട്ട് അന്ന് ഇന്ത്യയിലത്തെ ഒരു ഏറ്റവും പ്രീമിയം എൻഫീൽഡ് മേടിച്ചാൽ 50,000 rupees കോസ്റ്റ് വരുന്ന സമയത്താണ് 25 ലക്ഷം രൂപ ഹാർലി കൊണ്ടുവന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. എനിക്കറിയില്ലായിരുന്നു, ബട്ട് ഐ നെവർ ന്യൂ ദാറ്റ് ദിസ് ഹാർലി ഹാസ് ഗോട്ട് സച്ച് എ ബിഗ് ഫാൻ ഫോളോയിങ്. എനിക്കറിയില്ലായിരുന്നു. ആൻഡ് ദെൻ ഞാൻ ഹാർലിയുടെ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് എൻ്റെ ഹാർലി കൊണ്ടുവന്നല്ലോ. ഇനിയിപ്പോൾ അത് 5,000 ഓയിൽ ചേഞ്ച് സർവീസ് ചെയ്യണം. ദർ ഇസ് വൺ സൈപ്പ് കെയിം ഫ്രം ദുബൈ. പുള്ളിക്കാരൻ്റെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്, റിനൈസൻസിൽ താമസിച്ച ഇതൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ വന്ന് 2 ദിവസം ഇവിടെ താമസിച്ച്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അതൊരു ഇവൻ ലോക്കൽ ബോയ് ചെയ്യാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അവർ സിന്തറ്റിക് ഓയിൽ എന്നൊക്കെ അപ്പോൾ അന്ന് സിന്തറ്റിക് ഓയിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഇവിടെ. അപ്പോൾ അയാൾ സിന്തറ്റിക് ഓയിലും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇതൊക്കെ ഒഴിച്ചു അയാൾ പിറ്റേ ദിവസം തിരിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എനിക്ക് അവരിത് കേം ടു ഇൻ്റർവ്യൂ മീ.
ഇങ്ങനെ കേട്ടല്ലോ ഒരു ബൈക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സായിപ്പിനെ കൊണ്ട് ഇത് മനസ്സിലാവേണ്ട ആ റേഞ്ചിലാണൊക്കെ നമ്മൾ കളിച്ചിരുന്നത്. അങ്ങനെയാണ് ആക്ച്വലി ചില്ലാക്സ് എന്നുള്ള ഒരു ബൈക്ക് തീംഡ് റെസ്റ്റോറൻറ്റ്. ചില്ലാക്സ് ബൈക്കിൻ്റെയും സൂപ്പർ കാറുകളുടെയും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മേ ബി കണക്ട് ചെയ്യാൻ പറ്റും. ഒരു സമയത്ത് അതുവഴി പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു നോട്ടമുണ്ട്, ടയറക്സിന്റെ ബ്രാൻഡിങ്ങിലോട്ടും ചില്ലാക്സിലോട്ടും ഒരു നോട്ടമുണ്ട്. എൻ്റെ ഈ സോക്കോൾഡ് ഐ വോണ്ട് സോക്കോൾഡ് എന്ന് പറയില്ല, പക്ഷെ എൻ്റെ ഇപ്പോഴുള്ള ഈ സെലിബ്രിറ്റി കണക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് ചില്ലാക്സ്. പൃഥ്വിരാജ് ചില്ലാക്സ് എങ്ങനെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്? ടയറക്സ് എന്ന് പറയുന്നത് ഞാൻ ടയറക്സ് എന്ന് പേരിട്ടു. കാർ ആക്സറീസിന് വേണ്ടിയിട്ട് ഞാനൊരു കാറെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറെക്സ് ഇട്ടു. പിന്നെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ടായിരുന്നു വിച്ച് വാസ് ആക്ച്വലി കെപ്റ്റ് ഫോർ മൈ സ്റ്റാഫിൻ്റെ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ചായക്കട തുടങ്ങി, ചായക്കടയായിരുന്നു അത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് പണി തുടങ്ങി. പണി കഴിയാറായപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം, അതിലൊരു ഫ്രണ്ടിൽ നിന്ന് ഒരു ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാലോ, ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോൾ ടയറക്സ് വാസ് 24 hours. അപ്പോൾ തന്നെ ചില്ലാക്സ് ഓൾസോ 24 hours. ചിൽ ആൻഡ് റിലാക്സ് എന്നുള്ള വാക്കിൽ നിന്നാണ് ചില്ലാക്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ അന്നും എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മളാണ് ഓൺലി 24 hours. കൊച്ചിയിൽ ഇപ്പോഴും നല്ല റൈസും ചില്ലി ചിക്കനും അതിന്റെ ഫാൻ ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. ഒരു ദിവസം രാത്രി ഇറങ്ങി അറബിക് നല്ലതാ അവിടുത്തെ, അറബിക് അതിനിടയ്ക്കൂടെ. അതെ, അപ്പൊ അതെ ഓണത്തിനിടയ്ക്ക് അല്ലേ. ഓക്കെ, ചില്ലാക്സ് വന്നു. അപ്പോൾ ചില്ലാക്സ് സമയത്ത് എനിക്ക് I was lucky to meet all these celebrities. ചില്ലാക്സ് എങ്ങനെ ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു പോയിന്റ് ആയത് ആക്ച്വലി? ഞാനതൊരു ബൈക്ക് തീമിൽ സെറ്റ് ചെയ്തെന്ന് മാത്രം. സോ ദെൻ ഐ പുട്ട് മൈ ഹാർലി ഇൻസൈഡ് മൈ ചില്ലാക്സ്. ഒരു ഓൾമോസ്റ്റ് 2 years ഞാൻ ബൈക്ക് പുറത്തെടുത്തില്ല. ദാറ്റ് വാസ് കെപ്റ്റ് ഇൻസൈഡ്. അപ്പോൾ എനിക്ക് ചില്ലാക്സ് സെറ്റ് ചെയ്യാൻ വന്ന കോസ്റ്റ് അന്നത്തെ 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് വെച്ച് ബൈക്ക് വാസ് കോസ്റ്റിംഗ് മീ 24 lakhs. അതെന്ത് ലൈക്ക് അത് എന്തെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു? ഒന്നുമല്ല, ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഫെറാറി തീംഡ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ കണ്ടുള്ള കാരണം കൊണ്ട് ഞാൻ ഐ കെപ്റ്റ് ദ ബൈക്ക് ഇൻസൈഡ്. ആൻഡ് ഫാറ്റ് ബോയ് ഈസ് ബിഗ് ഇനഫ്. അത് കാണാൻ വേണ്ടി വരുമായിരുന്നു, ഫോട്ടോ എടുക്കാൻ വരുമായിരുന്നു. ദാറ്റ് സ്ലോലി ചില്ലാക്സ് ബിക്കം വെരി പോപ്പുലർ. അന്ന് പാർട്ടി കഴിഞ്ഞിട്ട് വരുന്നിട്ട് ആഫ്റ്റർ പാർട്ടി കഴിഞ്ഞിട്ട് ഹോളിഡേയുടെ തൊട്ടിപ്പുറത്ത്. അതെ, അന്ന് ഹോളിഡേ ഡ്രീംസ് ആയിരുന്നു. ഡ്രീംസിന്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു. സോ അങ്ങനെ ചില്ലാക്സ് ബിക്കം സ്ലോലി പോപ്പുലർ. വേർ ഐ ഹാപ്പൻ ടു മീറ്റ് ഞാൻ ഈ പറഞ്ഞ എല്ലാവരും. ആരൊക്കെയായിരുന്നു? പൃഥ്വിരാജ് അതിപ്പോഴും എൻ്റെ ഒരു കസ്റ്റമർ ബേസിലോട്ട് മാറിയുള്ള ഒരാളാണ്. ജയസൂര്യ, അനൂപ് മേനൻ, ടൊവിനോ, ജോജു ജോർജ്. ഈ ജോജു ജോർജ് ഇങ്ങനെ നീണ്ടു പോകും, ലിസ്റ്റ് ഇങ്ങനെ പോകും. എക്സെപ്റ്റ് മമ്മൂട്ടി, മോഹൻലാൽ, അവരൊന്നും എനിക്ക് എന്താ. മമ്മൂട്ടിയുടെ വേറെ കഥയുണ്ട്, ഹാർലി ഡേവിഡ്സൺ മമ്മൂട്ടി ഓടിച്ചിട്ടുണ്ട്. ആ കഥയും കൂടെ പറ. നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു അന്നതൊക്കെ ഓർമ്മയുണ്ട്. ടൊവിനൊക്കെ അന്ന് ഇങ്ങനെ ജസ്റ്റ് ബഡിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സൈഡിൽ കോർണറിൽ ഇങ്ങനെ വന്നിരിക്കും ഒരു ബൈക്കിൽ, ബുള്ളറ്റ് യമഹ. എന്നിട്ട് കഴിഞ്ഞ ദിവസം കുറച്ചു കാലം മുമ്പ് ഞാൻ ചാറ്റിംഗ് വിത്ത് ടൊവിനോ. അപ്പോൾ പുള്ളി പറയേണ്ടത് ആ ഡേയ്സ് മിസ്സിങ്. കാരണം അന്നത്തെ ഫ്രീഡം ഇല്ലല്ലോ. അന്ന് ചില്ലാക്സിൽ വന്ന് പൊളായിട്ടിരിക്കാം. അന്ന് പൃഥ്വിരാജ്, ബാല, മാത്തുക്കുട്ടിക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. മാത്തുക്കുട്ടിക്ക് അന്നൊരു ഗ്യാങ് അല്ലായിരുന്നു? ആ ഗ്രൂപ്പൊക്കെ നമ്മുടെ ജോജുക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ തന്നെ ഉണ്ടാവും. ചില്ലാക്സ് ആക്ച്വലി ഒരു പ്രൈം സ്പോട്ട്. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സൂപ്പർ കാർ, അല്ലെങ്കിൽ സൂപ്പർ ബൈക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും സെലിബ്രിറ്റി. ഞാനിത് പറയുന്നത് കോവിഡിന് മുന്നത്തെ സമയമാണ്. കോവിഡിന് മുന്നേ ആക്ച്വലി ഞാനിവിടെ കളമശ്ശേരിയിൽ ഒരു എംടെക്കും ബിടെക്കും ഒക്കെ കഴിഞ്ഞിട്ട് പൈപ്പിംഗ് എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സിന് ഒരു 3 മാസം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 3-4 ദിവസം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ അതുവഴി പോകുമ്പോഴാണെങ്കിലും കട്ടറോട് ഇങ്ങനെ കയറി വരും ചില്ലാക്സിന് മുന്നിൽ ഇരിക്കുന്ന വണ്ടി കാണാൻ വേണ്ടിയിട്ട്. ഒരു രസമായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറ്റിയെങ്കിൽ വണ്ടികൾ പല വെറൈറ്റി ആയില്ല. അന്നത്തെ പോലെ ഇപ്പം എല്ലായിടത്തും കാണാമല്ലോ. എല്ലായിടത്തും ബൈക്സ് കാണാൻ വേണ്ടി ചില്ലാക്സിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം. അതുകൊണ്ട് പക്ഷെ അന്ന് ചില്ലാക്സിൽ വന്നിരുന്ന ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ടല്ലോ, ആഫ്റ്റർ പാർട്ടി. അവരൊക്കെ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചുകളൊക്കെ ആയി, ഫാമിലിയൊക്കെ ആയി. എന്നാലും ഒരു ഫുഡ് കഴിക്കാനിടയ്ക്കൊക്കെ ഓർമ്മ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആയിട്ടൊക്കെ ചില്ലാക്സിൽ ഇപ്പോഴും വരാറുണ്ടെന്നാണ്. ഓക്കെ, ചില്ലാക്സ് സ്റ്റോറി ഏകദേശം അങ്ങനെ കഴിഞ്ഞു. ചില്ലാക്സ് ഒരു ചെറിയൊരു ചായക്കട പോലും ലൈക്ക് ഇവിടെ ടയറക്സിൽ വരുന്നതിന് ഒരു ചെറിയൊരു കോംപ്ലിമെൻ്റ് പോലെ തുടങ്ങി. പിന്നെ ലൈക്ക് ചില്ലാക്സ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബിസിനസ്സായി. ദെൻ കോവിഡ്. എന്തായിരുന്നു ആക്ച്വലി കോവിഡിനുണ്ടായ ഒരു ചേഞ്ച്, വ്യത്യാസം? കോവിഡിൽ മെയിൻ റീസൺ ഞാൻ കണ്ടെത്തിയത് ആൾക്കാർക്ക് കുറേ സമയം കിട്ടി, ഫ്രീ ടൈം കിട്ടി, അതായിട്ട് ചിന്തിപ്പിക്കാൻ കുറെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ജിയോയുടെ ഒരു ബൂമും ഡേറ്റ യൂസേജ് അല്ലാതായി മാറി. പിന്നെ ആൾക്കാർ കോവിഡിന് മുമ്പ് ഒരു കാറ് ഉണ്ടെന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. ഓക്കെ,
ആ കാർ അവർ ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡിന് ശേഷം. കാരണം എന്ന് വെച്ചാൽ കോവിഡിന് ശേഷം ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കൽ കുറഞ്ഞു. ഓക്കെ ഓക്കെ. ബിക്കോസ് ഓഫ് കോവിഡിന്റെ ആ ഒരു എന്താ എഫക്റ്റ് കാരണം എന്തായാലും പറയാ, കാറുള്ള ആൾക്കാരും ബസ് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പതുക്കെ അവരുടെ വണ്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് വൺസ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് ദാറ്റ് കാർ, പിന്നെ അവർ അതങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് പിന്നെ ശീലം മാറാൻ പിന്നെ അത് ശീലം, പിന്നെ അതിൻ്റെ കംഫർട്ട് സോണിലോട്ട് അവർ മാറി. അപ്പോൾ കോവിഡ് മാറ്റിയത് ആൾക്കാർക്ക് മെയിനായിട്ട് കാർ യൂസ് ചെയ്യുന്ന യൂസേജ് കൂടി, കാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും മാറി. അന്ന് കാലത്ത് അതിലും ആ സമയത്തൊക്കെ ഒരു കാർ വേണം മാത്രം. പക്ഷെ പിന്നെ ഒരു കാറിന് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മെയിൻ്റെനൻസ് നമ്മളൊക്കെ മനസ്സിലാവില്ലേ, നമ്മൾ ഒരുപാട് കുറേ ആൾക്കാരുണ്ടാവും, അവർ ദേ വിൽ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2 to 3 hours എവറി ഡേ ഇൻ കാർ അല്ലേ. അപ്പം നമ്മുടെ ഭാര്യയെക്കാളും കൂടുതൽ സമയം ചിലപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യണത് നമ്മുടെ കാറിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എസ്തെറ്റിക്സും അതിൻ്റെ ഇൻറ്റീരിയേഴ്സും അതിൻ്റെ ക്ലീൻനെസ്സും അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ സേഫ്റ്റിയും ഒക്കെ ആൾക്കാർ പഠിക്കാനായിട്ട് ആൾക്കാർ എന്തിനകത്തോട്ട് കയറാൻ തുടങ്ങി, ഇന്റർനെറ്റിൽ കയറാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിനകത്തോട്ട് കയറാൻ ചെന്നപ്പോഴാണ് നമ്മളവിടെ ബൈജുനാരുടെ കൂടെ ആയിട്ട് ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ബൈജുനാരുടെ വീഡിയോ എന്നായിരുന്നു റിലീസ് ആവുന്നത്? ഏത് ഓർമ്മയുണ്ടോ? ഒരു ഓഗസ്റ്റിലാണെന്നറിയാം, എൻ്റെ ഒരു ബർത്ത്ഡേ സമയത്ത് എന്തോ ആണ്, 2022. അതെ, നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് ഒരു 2-3 മാസം മുന്നേ ഓൾമോസ്റ്റ് 6 months ബിഫോർ ആണ് തോന്നുന്നു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ലൈക്ക് ഞാൻ ഇത് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് കിരൺചേട്ടനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള റീസണോടെ ഞാൻ പറയാം. ഞാൻ എല്ലാ പോഡ്കാസ്റ്റിലും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിനകത്തും ഞാൻ പറയാറുള്ളതാണ്, ഇവരാരും നമ്മുടെ അടുത്ത് വന്നിട്ട് ഫേമസ് ആയ ആൾക്കാരോ ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് നോളജ് ഗെയിൻ ചെയ്തോ സോഷ്യൽ മീഡിയ ത്രൂ സ്റ്റാർ ആയിട്ടുള്ള, ലൈക്ക് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവരൊക്കെ നോളജബിൾ ആണ്, എക്സ്പെർട്ടൈസ് ഉണ്ട്. ബിഫോർ സോഷ്യൽ മീഡിയ അവർക്ക് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, യു ഓൾറെഡി ഹാവിങ് എ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷേ അത് ത്രൂ വേർഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ സോഷ്യൽ സിഗ്നൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് ബൈജുൻ നായരുടെ വീഡിയോ വന്നത്. ലൈക്ക് ബൈജുൻ നായരുടെ വീഡിയോയ്ക്ക് ഉണ്ടായ ഇമ്പാക്ട് എന്താ? അതിന് മുന്നേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ബൈജുൻ നായരുടെയാണ് ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വരുന്നത്. ബൈജുൻ നായരുടെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ സ്റ്റോറിൽ സ്ഥിരം പറയുന്ന സംഭവങ്ങളാണ്. എൻ്റെ ഷോപ്പിലോട്ട് കടന്നു വരുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അതേ കഥകൾ തന്നെയാണ് ഞാൻ ആ 40 minutes ബൈജു നായരുടെ വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് ബൈജു പറഞ്ഞൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, ബൈജുവിൻ്റെ അന്നത്തെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ വ്യൂ ടൈം കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ഓക്കെ, കാരണം ഒരു 40 minutes വീഡിയോ, അതും സച്ച് എ ബോറിംഗ് സബ്ജക്റ്റ് ആണ് കേട്ടോ ടയർസ്. അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വ്യൂവേഴ്സ് അത്രയും ലോങ്ങർ ഡ്യൂറേഷൻ ആൾക്കാർ കാണാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ബൈജു പറയണ്ടായി. അന്ന് തുടങ്ങിയത് എൻ്റെ ഫോൺ അടിക്കൽ. ഇതുവരെ നിന്നിട്ടില്ല, ഇപ്പോഴും സൈലന്റിലാട്ടോ, അതുകൊണ്ട് അടിക്കട്ടെ. ലൈക്ക് ബൈജു നായരുടെ വീഡിയോ ഔട്ടായി, കുറേ എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ വന്നു, കുറേ കമന്റ്സ് വന്നു. അതിനകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത് പറഞ്ഞത് കുറേ പോസിറ്റീവ് കമന്റ്സും വന്നായിരുന്നു, കുറേ നെഗറ്റീവ് കമന്റ്സും വന്നായിരുന്നു. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ലക്കിലി ഫോർ മീ നെഗറ്റീവ് കമന്റ്സ് പറയാനായിട്ട്. അത് ഒരുപക്ഷെ എനിക്ക് അതാണ് ഒരുപക്ഷെ നമ്മൾ ടയർ ഗുരു എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ചിന്തിപ്പിക്കാൻ. ടയർ ഗുരു എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയത് എപ്പോഴാണ് ആക്ച്വലി? ബൈജുനാഥിന്റെ വീഡിയോ കഴിഞ്ഞ സ്പോട്ട്. കാരണം എനിക്ക് അന്നാ മനസ്സിലായത് എനിക്ക് സംസാരിക്കാൻ അറിയുന്നു, അല്ലെങ്കിൽ അറിയുന്നൊക്കെ ഇപ്പോഴും തോന്നുന്നില്ല, അത് സംസാരിക്കാൻ പറ്റുമെന്നും പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നും എന്നെ മനസ്സിലാക്കി തന്നത് ബൈജുനാരാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൊരു സംഭവം, ടയറിനെ കുറിച്ച് ആൾക്കാർക്ക് ഒന്നും അറിയില്ല എന്ന് അറിഞ്ഞതും ആ വീഡിയോ കൂടെ തന്നെ. ബേസിക്കായിട്ട് ഒരു കാര്യം അറിയാത്ത ഒരു സെഗ്മെൻറ്റ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഇൻഡസ്ട്രിയിൽ, എൻ്റെ ടയർ ഇൻഡസ്ട്രിയിൽ ഇത് പറയുന്ന ആരുമില്ല എന്നുള്ളതും എനിക്കൊരു. ഞാൻ കിരൺ ചേട്ടനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഞാനൊരു 4 വർഷമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഫീൽഡിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എപ്പോഴാണെന്ന് അറിയാം, ഒരാളും ടച്ച് ചെയ്യാത്തൊരു ഏരിയ നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒന്ന് വർക്ക് ചെയ്യാനൊരു ഈസിനെസ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കിരൺ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം, ലൈക്ക് ടയറിലുള്ള എന്ത് കാര്യമാണ്, എന്താണ്, എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈസ് ഹാവിങ് എ ക്ലിയർ വിഷൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ടയർ ഗുരു കൺസൾട്ടേഷൻ ഓർമ്മയുണ്ടോയെന്ന് പറഞ്ഞു. എനിക്കൊരു ചെയർ ഇട്ട് ഒരു ചെറിയ വീടൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ചൊരു ഫോണും എടുത്ത് പുറത്തുനിന്ന് ആൾക്കാർ വിളിച്ച് അവരോട് കൺസൾട്ട് ചെയ്യണം. ഇതാണ് ആക്ച്വലി എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്. ടയർ ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഓൺലൈനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, റൈറ്റ്? ആ സമയത്ത് ആക്ച്വലി മൈൻഡിൽ കൂടെ ഒരു തോട്ട്, ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത്, ഇപ്പോഴത്തെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ്, ഇതൊക്കെ മൈൻഡിലുണ്ടായിരുന്നു. ഇതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? എന്തായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്? ഞാൻ പറയാം, ആ ബൈജു നായരുടെ വീഡിയോ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസും ഒരു ഇൻസ്പിറേഷനും, ഞാൻ പറഞ്ഞില്ലേ ഇത് കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതും
ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് കൂടുതലുള്ളതെന്നും ഇതിനെക്കുറിച്ച് പറയുന്ന ആരും ഇല്ല എന്നുള്ളതും എന്നെ മനസ്സിലാക്കി തന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ആക്ഷനും ഈസ് ബേസിക്കലി ടു ഷെയർ വാട്ട് എവർ നോളജ് ഐ ഹാവ് എന്നുള്ള ഒരൊറ്റ ആംഗിളിൽ കൂടെ മാത്രമേ ഡൂസ് ആൻഡ് ഡോൺസ്, മിത്സ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ. അത് പക്ഷെ അതൊന്നും അധികം ആരും ചെയ്യാത്തൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ. ഇനി അഥവാ പറയുന്നവർ കൂടുതലും ചെയ്യാൻ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും കൂടുതൽ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. അതായത് ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ അല്ലേ, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല ഇപ്പോഴും. ഐ ഡോണ്ട് വാണ്ട് ടു ബി കോൾഡ് ടേമൊന്നുമില്ല. ഐ എം നോട്ട് എ ബ്ലോഗർ, ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ, ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ വാട്ട് എവർ നോളജ് ഐ ഹാവ് വിത്ത് മൈ സെറ്റ് ഓഫ് പീപ്പിൾ എന്ന് മാത്രമേ ആംഗിളിൽ കൂടെ ഞാൻ എന്നെ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പൈസ മേടിച്ച് ചെയ്യേണ്ട ഒരു സംഭവം, പൈസ മേടിക്കണം ചെയ്യണമെന്ന് സാധനം ഇല്ലായിരുന്നു. അതേപോലെ സെയിൽ വരണമെന്നും ഇല്ല. ഇനിഷ്യലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 50K ഫോളോവർ ആവുന്ന വരെ ഞാൻ കിരൺചേട്ടനോട്, കിരൺചേട്ടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, നിങ്ങളുടെ കട എവിടാന്നെങ്കിലും ഒന്ന് പറ. ഇത് കിരൺചേട്ടൻ്റെ പ്രൊഫൈലിനകത്ത് നടന്നിട്ടുള്ള ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് സെറ്റ് വീഡിയോ എടുത്ത സമയത്ത് നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ? ടയറക്സിലെ ഇപ്പോഴത്തെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒന്നും സെല് ചെയ്യുന്നില്ല, നമ്മൾ ചുമ്മാ നോളജ് ഷെയർ ചെയ്യുന്നില്ലേ ഉള്ളൂ. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ അങ്ങ് വയ്യ. അവസാനം ഓർമ്മയുണ്ടോ കുറേ സ്ക്രീൻഷോട്ട് അയച്ചെന്ന്, ആ അലോയി കൊടുക്കാനുണ്ടോ, ഈ അലോയി കൊടുക്കാനുണ്ടോ, ഈ അലോയി പോയോ, ആ അലോയി പോയോ എന്ന് പറഞ്ഞിട്ട്. ലൈക്ക് അങ്ങനെയാണ് ആക്ച്വലി ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അക്സെപ്റ്റൻസ് വന്നപ്പോൾ? ഒരു പക്ഷേ ഞാൻ അതിനെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമായി കാണാതിരുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് ആൾക്കാരുടെ കിട്ടുന്നത്. പീപ്പിൾ ഓൾവേസ് സേ ദാറ്റ് ഐ സൗണ്ട് വെരി ജെന്യുവൻ ബിക്കോസ് ഞാൻ അലോയ് വീൽസ് വെക്കുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം പറയുക മേടിക്കില്ല എന്ന് പറയുന്ന ഒരാളാണ്. ആദ്യമായിട്ടായിരിക്കും കേരളത്തിലൊരു ടയർ ഷോപ്പ് ഓണർ പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയും, ഇന്നും പറയും, OE അലോയ്സ് ആർ ദ ബെസ്റ്റ്, OEM അലോയ്സ് ആർ ദ ബെസ്റ്റ്. അത് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇനി അലോയ് ഇല്ലാത്തൊരു വണ്ടിയിലാണെങ്കിൽ തന്നെ അലോയ് വീല് മേടിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുറകിലിരിക്കുന്ന ഒന്നും ആയിരിക്കില്ല അത്, പക്ഷേ ഞാൻ പറയുന്ന സാധനം പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്ത സാധനമായിരിക്കും. ഇപ്പോഴും ഞാൻ ഐ സ്റ്റിൽ ബിലീവ് ഇൻ ദാറ്റ്. അതായിരിക്കും ഒരു അക്സെപ്റ്റൻസിന് കാരണം. ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം എന്നെ ആൾക്കാർക്ക് കുറേ കൂടെ ഒരു ജെന്യുവിനായിട്ട്. പിന്നെ ലൈക്ക് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, കിരൺചേട്ടൻ ആക്ച്വലി ഞാൻ ഫസ്റ്റ് സംസാരിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ റഫായിട്ട് സംസാരിക്കണം, ലൈക്ക് ഞാൻ റഫായിട്ട് സംസാരിച്ച ആൾക്കാർ ഒരു ബാഡ് ഇൻറ്റൻഷൻ്റെ എടുക്കും, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. നമ്മളത് മാറ്റിയില്ല, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പോർട്രേറ്റ് ചെയ്തത്. അത് നന്നായെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യണോ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്? എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ എന്തോ ആണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു എല്ലാ ഷൂട്ടുകളും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും പ്രിപ്പറേഷൻസ് വളരെ കുറവാണ്. ഓണായിട്ടുള്ള കുറച്ച് തഗ്ഗുകൾ വന്നാലേ ഉള്ളത്, വന്നേക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാതും നമ്മൾ മിക്കവാറും ഞാൻ ഓഫീസിലിരിക്കുന്ന അതേ ടീഷർട്ടും ജീൻസും വലിച്ച് കയറ്റി ടീഷർട്ട് ഇറക്കിയായിരുന്നു. അതെ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ സാധാരണ ഒരു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ ഹേ ഗൈസ് ഓൾ ദോസ് തിങ്സ് നമ്മൾ മനഃപൂർവ്വമാണോ അതോ സുനിലിന്റെ ഗൈഡൻസ് കൊണ്ടാണോ എന്തോ നമ്മളത് സ്കിപ്പ് ചെയ്തു. കിരൺചേട്ടനോട് പറഞ്ഞു നിങ്ങളുടെ പേര് പോലും എനിക്കൊന്ന് കിരൺചേട്ടൻ എൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് റെഫർ ആർക്കെങ്കിലും കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കളഞ്ഞിട്ടില്ല, ഏറ്റവും താഴെ കിടപ്പുണ്ട്. നമ്മൾ ആ സാധനം കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു സ്ട്രൈറ്റ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത വീഡിയോ. ഇന്ന് 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇരിക്കുമ്പം ഇന്നും ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ യൂസ് ചെയ്യണോ, എയർ യൂസ് ചെയ്യണോ, നൈട്രജൻ യൂസ് ചെയ്യണോ എന്നുള്ളത്. ലൈക്ക് മേ ബി അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് ഇത് തന്നെയാണ്. ലൈക്ക് ആൾക്കാർക്ക് ജെന്യുവിനായിട്ട് കിരൺ ചേട്ടനെ ഇത്രയും വർഷമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. നിങ്ങളുടെ ക്യാരക്ടർ ആകാം, നിങ്ങളുടെ ടോൺ ആകാം, നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ ആയിട്ട് ക്യാൻ ബി എനിത്തിങ്. അത് മാറ്റരുത്. ആരെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചെയ്യരുത്. സുനിലിനെ കുറിച്ച് പറയാനുള്ള കാര്യം പറയട്ടെ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ എങ്ങനെ വേണം, ഈ എത്ര ഡ്യൂറേഷൻ വേണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അതായത് ഈ എത്ര ലെങ്ത്തിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഐ സ്റ്റാർട്ടഡ് വിത്ത് 4 minutes 5 minutes ലുക്ക് അറ്റ് യുവർ ഫേസ്, യു സെഡ് നോ, യു നോ, യു സെഡ് 30 seconds 30 സെക്കൻഡ് ഞാനത് എങ്ങനെ പറയാം? മാക്സിമം പോയാൽ 1 minute എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സോ വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി ഗൈസ്, ഞാൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് കിട്ടിയ കോംപ്ലിമെൻറ്റിൽ ഏറ്റവും നല്ലൊരു കോംപ്ലിമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ വീഡിയോസ് ആർ ക്രിസ്പ്, ഷോർട്ട് ആൻഡ് പ്രിസൈസ്, സ്ട്രൈറ്റ് ടു പോയിന്റ്. എക്സാക്ട്ലി. അത് എന്നെ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പണ്ടേ അറിയായിരുന്നു, ഐ എം നോട്ട് ഗുഡ് ഇൻ സ്റ്റോറി മേക്കിംഗ്. എനിക്ക് സ്റ്റോറി പറയാനുള്ള സ്റ്റോറി ടെല്ലിംഗ് പറ്റിയൊരു ക്യാരക്ടറല്ല ഞാൻ. കഷ്ടപ്പെട്ട് പറയുന്ന സ്റ്റോറികളായിരിക്കും. ഇല്ല, അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറി ടെല്ലറാണ്. ഞാൻ എല്ലാവരോടും പറയണം, നമ്മളിപ്പോഴും ചെയ്തു വരുന്ന പല പേജുകളും
ഇനിഷ്യലി തുടങ്ങുന്ന സാധനമൊന്നും അല്ല പിന്നീട് അങ്ങോട്ട് പോകുന്നത്. ലൈക്ക് ദേ ക്രിയേറ്റ് ദെയർ ഓൺ വോയിസ് മോഡുലേഷൻ, ദേ ക്രിയേറ്റ് ദെയർ ഓൺ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. അവരുടേതായിട്ട് അറിയാതെ തന്നെ അവരുടേതായിട്ടുള്ള ചില സാധനങ്ങൾ, ഇല്ലാത്തൊരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് സിഗ്നേച്ചർ സാധനം. ദാറ്റ് വർക്ക്സ് ആക്ച്വലി. അത് ഒരു പക്ഷേ ഈ ക്രിസ്പ് ഷോർട്ട് ആയതായിരിക്കാം ഒരു പക്ഷേ വൺ അതർ റീസൺ ഫോർ. കുറച്ചുകൂടെ എനിക്കിപ്പോഴും ഞാനിപ്പോഴും പല സെഷൻസിലും ഇപ്പോഴും ടയർ ഗുരു എന്ന് പറയുന്നത് എൻ്റെ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് സാധനം തന്നെയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും കാർ ഓടിക്കുന്ന ഏതൊരു മനുഷ്യനടുത്തും എനിക്ക് പറയാൻ പറ്റിയൊരു മാർക്കറ്റ് ഐഡൻറ്റിറ്റി തന്നെയാണ് ടയർ ഗുരു. ഓക്കെ, അത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആ ഒരു ട്രൂ നേച്ചർ മാറ്റാതെ എങ്ങനെയാണോ കിരൺ ചേട്ടൻ എങ്ങനെ ചില്ലാക്സ് ഇരിക്കുന്ന ടയറക്സ് ഇരിക്കുന്ന കിരൺ ചേട്ടൻ എങ്ങനെയാണോ അങ്ങനെ പറിച്ച് നമ്മൾ ഓൺലൈനിൽ കൊണ്ടിരുത്തിയത് കൊണ്ടാണ് ദാറ്റ് വർക്ക്ഡ് ആക്ച്വലി. ദെൻ കമ്മിങ് ബാക്ക് ടു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജേർണി ഞാൻ പറയത്തില്ല, സോഷ്യൽ മീഡിയ ജേർണി. ഹൗ ഇറ്റ് ഇമ്പാക്റ്റഡ് യുവർ ബിസിനസ്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ നോർമലി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ സോഷ്യൽ മീഡിയ വരേണ്ട ആവശ്യമുണ്ടോ, എക്സ്പെർട്ടൈസ് ഉള്ള ഒരാൾ സോഷ്യൽ മീഡിയ എക്സ്പോഷർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അത് ബിസിനസ് വലുതായിട്ട് എഫക്റ്റ് ആവുമോ, പേഴ്സണൽ ബ്രാൻഡിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ എഫക്റ്റ് ആവുമോ എന്നൊക്കെയുള്ള എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഹൗ ഇറ്റ് ഇമ്പാക്റ്റഡ് യുവർ ബിസിനസ്? ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് പറയാവുന്നത്, എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റോറിൽ വരുന്നവരിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയണ്ടായി. പക്ഷെ എൻ്റെ സ്റ്റോറിൽ ഒരാൾ ഒരു പ്രാവശ്യം ടയർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ 3-4 വർഷത്തേക്ക് എൻ്റെ അടുത്ത് വരില്ല. അല്ല, വരേണ്ട ആവശ്യമില്ല. നോർമലി ടയർ വാങ്ങിക്കാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല. വലിയ അലൈൻമെൻറ്റ് ബാലൻസിനൊക്കെ വന്നെങ്കിലായി. അപ്പം നമ്മൾ തമ്മിലുള്ള ആ കണക്ഷൻ വിട്ടുപോയി. ഇനി 4 വർഷം കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഓഫ് ടയർസ് മാറുമ്പോൾ ഐ എം ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. അത്രയും വലിയൊരു ഇമ്പ്രഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് എൻ്റെ കൂടെ വരാം, അല്ലാത്തവരുടെ മനസ്സിൽ നിന്ന് ഞാൻ പോയിണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ എന്ന് തുറന്നു നോക്കുമ്പോഴും ഈ ചേട്ടൻ വരുന്നു എന്നുള്ളത്. അതൊരു പക്ഷേ വുഡ് ഹാവ് ഹെൽപ്പ് ഇൻ മൈ ബിസിനസ്. വുഡ് ഹാവ് അല്ല, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഇൻ മൈ ബിസിനസ്. അപ്പോൾ അത് ആ പഴയ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കുറേ പേര് എന്നെ, സുനിലിനെ എന്നെ പണ്ട് അറിയാമെന്ന് പറഞ്ഞ പോലെ തന്നെ കുറേ പേർക്ക് എന്നെ അറിയാം. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് വരാതെ ആയിരിക്കുന്നു ഫോർ XYZ റീസൺ. അവരുടെ പ്രോക്സിമിറ്റി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് ഓഫീസിൽ നിന്ന് പോകണ വഴിക്കുള്ള സ്റ്റോറി കയറി വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ആൾക്കാർ പല റീസൺ കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇത് സ്ഥിരമായിട്ട് കാണുമ്പോൾ ദെൻ ദേ പ്രോബ്ലി വുഡ് ഹാവ് റീകളക്റ്റഡ് ദോസ് ഓൾഡ് മെമ്മറീസ്, അല്ലെങ്കിൽ ഓൾഡ് ഇൻ്ററാക്ഷൻസ്. അങ്ങനെയാണ് നമ്മൾ ഒരാളെ പെട്ടെന്ന് വീണ്ടും അയാളിലോട്ട് ചെല്ലുക. അല്ലെ, ഒരു 4 വർഷത്തിൽ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് ഇപ്പം നമ്മൾ ഡെയിലി പോയി ഒരു റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല. 4 വർഷത്തിൽ ഒരിക്കൽ പോയി ഡെയിലി റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരു മാസത്തിൽ 1 പ്രാവശ്യം പോവും, പിന്നത്തെ മാസം 1 പ്രാവശ്യം പോവും. അങ്ങനെ നമുക്ക് അവിടെ ഒരു കണക്ഷൻ വരും. ഇത് എന്നോ 4 കൊല്ലം മുമ്പ് അവൻ്റെ അടുത്ത് ടയർ വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ എന്നെ ഓർത്തിരിക്കേണ്ട ആവശ്യം. അപ്പം അങ്ങനെ ഒരു ഓർമ്മ പുതുക്കലാണ് ഒരു പക്ഷേ എൻ്റെ തിരിച്ചു വരാനുള്ള റീസൺ കൊടുക്കുന്നത്. തിരിച്ചു വരാനുള്ള റീസൺ ഉണ്ടാവാം. നോളജ് ഷെയറിംഗ് എന്നുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്തു ജോയിൻ്റ്ലി. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം എന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊരു അറിയപ്പെടുന്ന ആളാക്കി മാറ്റിയതും. ആൻഡ് ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ചോദിച്ചില്ലേ, ആള് തന്നെ വരണോ പറയാനായിട്ട്, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലെ കമ്പനി ബ്രാൻഡ് ചെയ്താൽ പോലെ എന്നെ ബ്രാൻഡ് ചെയ്യണം. നമ്മളെപ്പോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റിയ വേറെ ഒരാൾ ഉണ്ടാവില്ല. മഞ്ജു വാര്യർക്കോ മോഹൻലാലിനൊക്കെ പൈസ കൊടുത്താലും അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു ആർട്ടിഫിഷ്യലി പെയ്ഡ് സംഭവമാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിന് നമുക്ക് വിവരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഡു ദ പേഴ്സണൽ ബ്രാൻഡിങ് ബൈ യുവർ സെൽഫ്. അല്ലെ, വേറെ ആളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുമില്ല, നമ്മൾ തന്നെ പറയുന്നതാണ് അതിനുള്ള കൺവിക്ഷൻ. അല്ലെ, ഇപ്പം ഞാൻ പറയുന്ന ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേറൊരാളെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാൾ എന്നോട് ചോദ്യം ചോദിച്ചു ഞാൻ പറയുന്ന ഉത്തരങ്ങൾക്കൊക്കെ വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് വളരെ സിമ്പിളാണ്, ക്യാമറ ഓണൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത്. അറിയുന്ന കാര്യങ്ങൾ പറയാം അല്ലേ. അതെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഡബിൾ എൻഡഡ് സോഡാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് എൻ്റെ ബ്രാൻഡിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ടായി കഴിഞ്ഞാൽ അങ്ങനെ മോശമാവാതിരുന്നാൽ പോരെ എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. പേഴ്സണൽ ബ്രാൻഡിങ് എപ്പോഴും ആൾക്കാർ ഒരു 4 വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അന്ന് നമ്മൾ നിഷിനെ പറ്റിയിട്ടായിരുന്നു, നമ്മൾ ഫോക്കസ്ഡ് ഓൺ ടയർ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, വിച്ച് എക്സ്പോണൻഷ്യലി നമുക്ക് ഗ്രോത്ത് ഉണ്ടായി. ഇപ്പം ഇതൊക്കെ മാറി. ഇപ്പം നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ നിഷ്. നിങ്ങൾ എന്തൊക്കെയാണ് എഗ്രി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ തന്നെ അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റങ്ങൾ, നിങ്ങളുടെ തോട്ട്സ് അതൊക്കെ ഷെയർ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം ദാറ്റ് മേക്സ് എ പെർഫെക്റ്റ് പേഴ്സണൽ ബ്രാൻഡിങ്. ആൻഡ് കിരൺ ചേട്ടൻ്റെ കേസിൽ ഇറ്റ്സ്
ഗോയിങ് ടു ദ നെക്സ്റ്റ് ലെവൽ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ടയർ ഗുരു സ്റ്റാർട്ട് ചെയ്തു, സോഷ്യൽ മീഡിയ ജേർണിയായി, അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയി. ഈ ഫ്രാഞ്ചൈസി മോഡ് എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴാണ് വന്നത്? എൻ്റെ അടുത്ത് വന്നത് കൺസൾട്ടേഷൻ ആയിരുന്നു. ഹൗ ടയറക്സ് ഫ്രാഞ്ചൈസി, എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. എനിക്ക് നമ്മളൊരു 17 വർഷമായിട്ട് ടയറക്സ് ഉണ്ട്, കേരള 18 ഇയേഴ്സ്. പലരും ചോദിച്ചിട്ടുണ്ട് എന്ത് ഫ്രാഞ്ചൈസി കൊടുത്തൂടെ തുടങ്ങിക്കൂടെ എന്നൊക്കെ. നമുക്കൊരു കോൺഫിഡൻസ് ലെവലിൽ നമ്മളൊരു ഫ്രാഞ്ചൈസി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പേര് കൊണ്ട് അയാൾക്ക് അയാളുടെ മാർക്കറ്റിൽ ബിസിനസ് വരണം. അതെ, അതിനാണല്ലോ നമ്മൾ ഫ്രാഞ്ചൈസി എന്ന് പറയുക, അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. അതായത് നമ്മുടെ പേര് വെച്ചുകൊണ്ട് തിരുവല്ലയിലോ കോട്ടയത്തോ പന്തളത്തോ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പേര് കൊണ്ട് അയാളുടെ ബിസിനസ് കിട്ടണം, അയാൾക്ക് ബിസിനസ് കിട്ടണം. അതാണല്ലോ ഫ്രാഞ്ചൈസി. അപ്പോൾ അന്ന് വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വരുന്നവരെ എന്നെ ആരും അങ്ങനെ അറിയില്ല. എറണാകുളത്തൊക്കെ അറിയാം അത്യാവശ്യം, വല്ലാതെ അറിയാം, പക്ഷേ ലൈക്ക് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അറിവല്ല. ഇപ്പം ധോണിക്കും പുള്ളിക്കും ഉള്ളൊരു ബൈക്ക് അല്ലെങ്കിൽ ചില്ലാക്സിൻ്റെ ഓണർ അങ്ങനെയൊക്കെ അറിയുള്ളൂ, അങ്ങനെ അറിയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള പെരിമീറ്ററിലുള്ള ആൾക്കാർക്കും വന്ന് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പറയാം. അതിനപ്പുറത്തോട്ട് ഇപ്പം മേ ബി എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് പറയുക ഇവിടെ ടയറുണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്കിവിടെ വരാനുള്ള റീസൺ ഇല്ല. ഇപ്പം അതാണ് സോൾവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാഞ്ചൈസി മോഡൽ നന്നായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. നമ്മൾ ഓൾറെഡി 3 ഓപ്പറേഷനിലായി. പാലക്കാട് ഈസ് ഇൻ പൈപ്പ് ലൈൻ, അല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രം ഈസ് സൈൻഡ്. അപ്പം നമ്മൾ ഞാൻ ഐ എം ഗോയിങ് സ്ലോ, സീരിയസ്ലി. എനിക്ക് പേടിയാണ്, കുറേ എൻക്വയറീസ് ഉണ്ട്. വി ഹാവ് ഫ്രം ബോംബെ, വി ഹാവ് പീപ്പിൾ ഫ്രം ബാംഗ്ലൂർ, ദുബായ്. ഇൻഫാക്ട് യു നോ വൺ തിങ്, എനിക്ക് ഐ ഹാവ് മോർ ഫോളോവേഴ്സ് ഫ്രം ബാംഗ്ലൂർ ദാൻ കൊച്ചിൻ. അത് ലാംഗ്വേജിൻ്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട്. ലൈക്ക് എനിക്ക് പലപ്പോഴും പലയിടത്തുനിന്നും കിട്ടിയിട്ടുള്ള റിവ്യൂ ആണ്, കിരൺചേട്ടൻ്റെ വീഡിയോ മലയാളി അല്ലാത്തൊരാൾക്ക് അയച്ചു കൊടുത്താലും ആൾക്ക് മനസ്സിലാവും. എനിക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻസും കൽക്കട്ടയിൽ നിന്നും ഗുവാഹട്ടിയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള ഫോളോവേഴ്സ്. അതിനൊന്ന് താങ്ക്സ് ടു യുവർ ദോസ് സബ് ടൈറ്റിൽസ് ഡൗൺ ആൻഡ് പ്രോബബ്ലി എൻ്റെ മിക്സ് ഓഫ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തു. ലൈക്ക് മലയാളം കംപ്ലീറ്റ്ലി വേണ്ട. പക്ഷെ എനിക്ക് എന്തായാലും കുറേ ആൾക്കാർ എന്നെ പൊങ്കാലിടും, മലയാളി ഇംഗ്ലീഷ് മംഗ്ലീഷ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഐ എം ആക്ച്വലി സ്പീക്കിംഗ് അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഐ എം കംഫർട്ടബിൾ ഇൻ ചില ടെർമിനോളജി. ഞാൻ ശരിക്കും മലയാളം, എനിക്ക് നന്നായിട്ട് മലയാളം അറിയുള്ളൂ ശരിക്കും ഇംഗ്ലീഷിനേക്കാളും നന്നായിട്ട്. പക്ഷെ ചില ടെർമിനോളജി ഒക്കെ നമ്മളൊരു ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂറ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ഇംഗ്ലീഷ് കയറി വരുന്നില്ല. അതെ, നോട്ട് ടു ഡു എനി മംഗ്ലീഷ് സ്റ്റഫ്. അതായത് ഇടയ്ക്ക് ആക്ച്വലി അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. വാട്ട് എവർ യു ആർ ഡൂയിങ് അതങ്ങനെ പോകാന്നുള്ളതാണ്. ഓക്കെ, ഫ്രാഞ്ചൈസിയുടെ കേസ് പറഞ്ഞു. ഇപ്പം എവിടെയൊക്കെയാണ് ഫ്രാഞ്ചൈസി, എങ്ങനെയൊക്കെയാണ് ഇപ്പം എവിടെയൊക്കെയാണ് ലൈവായിട്ടുള്ളത്? തിരുവല്ല ഇസ് ദ ഫസ്റ്റ് വൺ, ഇസ് ഡൂയിങ് എക്സ്ട്രീംലി ഗുഡ്. മാമംഗലം വിച്ച് ഈസ് ടേക്കൺ ബൈ നിപ്പോൺ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം നിപ്പോൺ നമ്മളൊരു ഫ്രാഞ്ചൈസി ഒക്കെ എടുക്കുക ലെവലിലോട്ട് നമ്മൾ എനിക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ചില ആൾക്കാർ ഇത് എന്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇതാണ്. ഓക്കെ, ആൻഡ് പാലക്കാട് വർക്ക് ഈസ് ഗെറ്റിംഗ് കംപ്ലീറ്റഡ്. Hopefully by end of October, first week of November we will be. Trivandrum we have finalized. പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് എൻക്വയറീസ് ഉണ്ട്. പേഴ്സണൽ പ്രൊഫൈൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കാരണവും ഇതിനകത്തൊക്കെ വരുന്ന മെസ്സേജ് ഞാൻ കാണുന്നതും കാരണം നമ്മുടെ ടീമൊക്കെ കാണുന്നത് കാരണം എനിക്കറിയാം എന്തോരം മെസ്സേജുകളാണ് വരുന്നതെന്നും എന്തോരമാണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. We are actually going slow. I am going a bit slow because എനിക്ക് ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെർട്ടീസ് എനിക്കില്ലാത്തടത്തോളം. കാരണം ലെറ്റ് മീ ലേൺ ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ ഒരു 5-6 ഒരു വർഷം നമ്മൾ 2025 നിർത്തും. 2025 നമ്മൾ 5 to 6 ഔട്ട്ലെറ്റ്സിലാക്കി നിർത്തും. ബാംഗ്ലൂർ, ബോംബെ, മൈസൂർ ഒക്കെ നമുക്ക് എല്ലായിടത്തും എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ ഗോയിങ് സ്ലോ. ഓക്കെ, ഇപ്പം നോർമലി ടയർ ഗുരുവിന് ഒരു വിഷൻ ഉണ്ടല്ലോ. ഇപ്പം 25 നമ്മൾ സ്ലോ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ലൈക്ക് 2030 ടയർ ഗുരു എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ എവിടെയായിരിക്കും കാണുന്നത്? ലൈക്ക് വാട്ട്സ് യു ഹാവ് സംതിങ് ഓൺ യുവർ മൈൻഡ്? എന്താണ്? ഞാൻ അങ്ങനെ ഒരു ഡ്രീം കാണുന്ന ഒരു മനുഷ്യനൊന്നുമില്ല. അങ്ങനത്തെ ഒരു വിഷനും അങ്ങനെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇഫ് യു ആസ്ക് മീ, എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പോയിൻറ്റസ് എന്ന് പറയുന്ന വേൾഡിലത്തെ ഏറ്റവും വലിയ ടയർ റീറ്റെയിൽ ചെയിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയായ പോയിൻറ്റസ് എന്ന് പറയുന്ന ദേ ഹാവ് 7,000+ ആക്ച്വലി ടയർ ഗുരു എന്ന ബ്രാൻഡ് പോയിന്റസുമായിട്ട് നേരത്തെ കണക്റ്റഡ് ആയിരുന്നു. We are connected with Pointers. We are still connected, associated with Pointers. എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ചോദ്യം, പോയിന്റസുമായിട്ട് പണ്ട് കണക്റ്റഡ് ആയിരുന്നു. ഞാനാണ് പോയിന്റസിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഏത് വർഷം? 2016. ഓക്കെ. പിന്നെ പോയിന്റസ് കുറച്ച് സ്ലോ ആയി ബിക്കോസ് അവർക്ക് ചൈനയിൽ ഭയങ്കര ഗ്രോത്ത് വന്നു. സോ ദർ ഫോക്കസ് ഇൻ ബിറ്റ്വീൻ ഷിഫ്റ്റഡ് ടു ചൈന. അപ്പം
പോയിന്റേഴ്സിൻ്റെ ഇന്ത്യ ഫ്രാഞ്ചൈസി ആയിരുന്നു ഞാൻ ബേസിക്കലി. അതായത് ഇന്ത്യയുടെ ഫ്രാഞ്ചൈസിയാണ് ഞാൻ ആക്ച്വലി അന്ന്. ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ പോയിന്റേഴ്സിന് കുറച്ച് സമയമെടുത്തു. പോയിന്റേഴ്സിൻ്റെ കൂടുതൽ അസോസിയേഷനും ഇപ്പോഴും ഉണ്ട്. അതിന് നമ്മൾ ഇൻ ദ കമ്മിങ് ഫ്യൂ ഡേയ്സ് വി വിൽ ഫോർമലൈസ് പ്രാക്ടിക്കൽ സ്ട്രാറ്റജി വിത്ത് പോയിന്റേഴ്സ് ആൻഡ് ടയർ ഗുരു എന്നുള്ളൊരു സംഭവത്തിന് ഇങ്ങനെ മിക്സ് ആയിട്ട് കുറേ ഇത് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഇപ്പം നിങ്ങൾക്ക് റാൻഡമായിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കണം എലോൺ മസ്ക് എൻ്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ എത്തിക്കാനുള്ളൊരു പോസിബിലിറ്റി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. അത്രത്തോളം എൻലെസ് പോസിബിലിറ്റിയാണ്. ഇനിയും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. ഓക്കെ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഒരു റബ്ബർ ജേർണൽ ഇൻ യൂറോപ്പ്. ഓക്കെ, ദേ മേക്ക് ദ ജേർണൽസ് മന്ത്ലി മാഗസിൻ പോലത്തെ ഒരു സംഭവം. ബിഗ് നമ്പേഴ്സ് ലൈക്ക് തൗസൻഡ്സ് ഓഫ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പ്രിൻറ്റിൽ one of the article is the success of tire business through social media by Tire Guru. I'll be posting it soon. The pages in the publish ആയിട്ടുള്ളത് publish ആയിട്ടുണ്ട്. അതിന്റെ copy I'll be getting it soon. So it's all about and I was so happy to hear that someone from France calling me and taken my interview over phone and it is published in one of the journals in Europe. ഞാൻ പറഞ്ഞത് പോസിബിലിറ്റീസ് ആർ എൻലെസ്. ഇത് എവിടെ നിന്ന് എന്ത് വരും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ സെഗ്മെന്റ് പോലെ ഞാൻ ചോദിക്കുകയാണ്. ഫോർ പീപ്പിൾ ഹു വാണ്ട് ടു ഡു പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ സോ പീപ്പിൾ ഹു വാണ്ട് ടു ഡു സംതിങ് ഓൺ സോഷ്യൽ മീഡിയ, അവരോട് പറയാനുള്ള അഡ്വൈസസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. റൈറ്റ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടയർ ഗുരു എന്നുള്ളൊരു അതോറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് വർക്കൗട്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് വേ ഓഫ് കോണ്ടന്റ് ആയിരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി വന്നിട്ടുള്ളതാകാം, അങ്ങനത്തെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഏറ്റവും സിമ്പിളാണെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാൻ ആൾക്കാർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഭയങ്കര സംഭവമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളതൊന്നും കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. I'll still remember my first 1 million video. It was all about one alloy wheel. ഒരു alloy wheelന്റെ മുകളിൽ ഞാനിങ്ങനെ ചാരി I could see that, that was my first 1 million video. പിന്നെ ഒരെണ്ണമായിരുന്നു, if at all want to name a few, ഒന്നായിരുന്നു റാങ്കിങ് ഓഫ് ദി ടയർ കമ്പനീസ് ഇൻ ഇന്ത്യ. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങൾ. അതായത് അപ്പോൾ നമ്മളിതൊന്നും വെച്ച് ഇതൊക്കെ ഇത്ര ആൾക്കാർക്ക് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആണോ, പീപ്പിൾ റിയലി വുഡ് ലൈക്ക് ടു നോ ഹൂ ഇസ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരിക്കലും ഒരു തിങ്ക് ചെയ്തിട്ടുള്ള ഒരു നോഷനോട് കൂടെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് സക്സസ് ആവുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ ഏറ്റവും മോശം വീഡിയോ ആയിരിക്കും, ഏറ്റവും മോശം നമ്മൾ വിചാരിക്കുന്ന വീഡിയോ ആയിരിക്കും ഏറ്റവും. മേ ബി സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ, 0 ഫോളോവർ ഉള്ള ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു സിമ്പിൾ അഡ്വൈസ് എന്തായിരിക്കും? സുനിൽ എനിക്ക് തന്ന അഡ്വൈസ് തന്നെയാണ്, അല്ല സുനിൽ എനിക്ക് തന്ന അഡ്വൈസ് തന്നെയാണ് കൺസിസ്റ്റൻസി, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ ഇതിൽ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് കുറേ പേര് എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ചു വന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ എടുത്ത് ആദ്യം ഞാൻ പറയുന്ന ഒരു സംഭവത്താണ്, ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് കാലങ്ങളിലൊന്നും ഒരു അനക്കവും കാണില്ല, മില്യൻസ് ഒന്നും ചിലപ്പോൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ മില്യൻസ് വ്യൂസും ഫോളോവേഴ്സും തമ്മിലൊന്നും വലിയൊരു കണക്ഷനും ബന്ധം. കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 1 മില്യൺ കണ്ടേ നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. എല്ലാത്തിനും കുറേ ആൾക്കാർ കാണുന്നുണ്ട് അല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡോണ്ട് ടാർഗറ്റ് എനി മില്യൻസ് ഓർ കൈൻഡ് ഓഫ് എ തിങ്. അത് നടക്കും ഒരു സൈഡിൽ കൂടെ. അതെ, ഐ ആം റൈറ്റ്. കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ പോസ്റ്റ്. അപ്പോൾ സുനിലിൻ്റെ അടുത്തൊരു ചോദ്യം, എത്ര ഫ്രീക്വൻസി വേണം ഒരു വീക്കിൽ? ഡസന്റ് മാറ്റർ. വാട്ട് ഈസ് കൺസിസ്റ്റൻസി ലൈക്ക്? അപ് ടു യു. നിങ്ങളുടെ സാഹചര്യം എന്താണ്, എത്ര വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത്. ലൈക്ക് ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഞാൻ പറയാം, സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം 3-4 പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഫോക്കസ് ഷിഫ്റ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്, വിച്ച് ഡസൻ മീൻ ഞാൻ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ട് മാത്രമേ കണ്ടന്റ് ചെയ്യാൻ പറ്റുമെന്നല്ല. ഐ ക്യാൻ ക്രിയേറ്റ് കണ്ടന്റ് ബേസ്ഡ് ഓൺ ഫിറ്റ്നസ്. എൻ്റെ റൊട്ടീനെ പറ്റിയിട്ട് എനിക്ക് പറയാം, റൈറ്റ്. എൻ്റെ ഗ്രോത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാം, ഞാൻ പുതിയ വണ്ടി എടുക്കുന്നതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ പറയാം, എൻ്റെ കല്യാണത്തിനെ പറ്റിയിട്ട് വേണമെങ്കിൽ പറയാം, എൻ്റെ വൈഫുമായിട്ടുള്ള വേണമെങ്കിൽ ഒരു കോമിക്കൽ ടൈപ്പ് വീഡിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം, വിച്ച് ബിൽഡ്സ് എ ബ്രാൻഡ് ആക്ച്വലി റൈറ്റ് നൗ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് നടക്കുന്നത് കാരണം
എത്ര കൺസിസ്റ്റന്റ് ആവാൻ പറ്റുമോ അത്രയും നല്ലത്. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ പേജിൽ ഞാൻ കൂടുതലും മൈ റീൽസ് ആർ ലിമിറ്റഡ് ടു അത് ഞാൻ മാറും. പറയാം, നമ്മുടെ സാഹചര്യവും നമ്മളുടെ അല്ല, ഞാൻ പോസിബിലിറ്റീസ് ആണെന്നുള്ളത് ഞാനത് മാറ്റാതെ നോക്കുന്നുണ്ട്, അത് മാറണം. ഞാൻ എന്നും പറയുന്നുണ്ട്. ഇന്നും വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടണം. ലൈക്ക് ഞാൻ പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് അപ് ടു നിങ്ങളുടെ ലിമിറ്റേഷൻ എന്താണ്. സി വാട്ട്സ് യുവർ ടൈം ടു സ്പെൻഡ് ഓൺ പ്രൊഡക്ഷൻ, എത്ര വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ റൺ ചെയ്യുന്ന ബിസിനസ് എന്താണ്, അതിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണോ, നിങ്ങൾക്ക് വീഡിയോ പ്രൊഡക്ഷൻ ടൈം മാറ്റി വെക്കാൻ പറ്റുമോ, ഡെയിലി വീഡിയോ ഇടാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൺസിസ്റ്റൻസി മീൻ നിങ്ങൾ 2 ദിവസം കൂടുമ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണോ 2 ദിവസം കൂടുമ്പോൾ പോസ്റ്റ് ചെയ്യുക, ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണോ ഡെയിലി പോസ്റ്റ് ചെയ്യുക. ഏറ്റവും നല്ലത് ഡെയിലി ഇടാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, അല്ലെങ്കിൽ 1 day ഗ്യാപ്പ്, മാക്സിമം 2 day ഗ്യാപ്പ്, അതിനപ്പുറത്തോട്ട് പോകരുത്. ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് സ്റ്റോറീസ്? സോ മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇന്നും കൂടെ ഞാൻ പിടിച്ച് ഇന്ന് എല്ലാ ക്ലയൻസ് എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ ഒരു ഇങ്ങനെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കിട്ടിക്കാണല്ലോ ഗ്രൂപ്പിലല്ലേ, ലൈക്ക് സ്റ്റോറി ഇങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ അൽഗോരിതം ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. നമ്മൾ ഒരു സ്റ്റോറിയിൽ നിന്ന് യു ക്യാൻ ക്രിയേറ്റ് ലാക്സ് ആക്ച്വലി വിച്ച് പീപ്പിൾ ആർ ക്രിയേറ്റിംഗ്. ഇന്ന് ഞാൻ കാണിച്ചത് ഒരു ഡോക്ടറുടെ ഹി ക്രിയേറ്റഡ് എ സ്റ്റോറി വ്യൂസ് അറൌണ്ട് 20,000 ആയിരിക്കും ആ റണ്ണ് കഴിയാൻ പോകുമ്പോൾ കിട്ടുന്നത്. കൺസൾട്ടേഷനുള്ള ലിങ്ക് ഇടയ്ക്കത്തെ ഒരു സ്റ്റോറിക്കകത്ത് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 500 ലിങ്ക് ക്ലിക്സ് വന്നിട്ടുണ്ട്, റൈറ്റ്? ഒരു മേ ബി 200-300 പേര് ഫോം ഫില്ല് ചെയ്തെന്ന് വിചാരിക്കുക. 1 or 2% കൺവേർഷൻ വന്നെങ്കിൽ തന്നെ മേക്കിംഗ് ലാക്സ്. സെയിം വിത്ത് എൻ്റെ ഇമ്പാക്ട് സെഷനും സെയിം കാര്യം തന്നെയാണ്. സ്റ്റോറി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, ലൈവ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എൻ്റെ പേജിലും വെൻ ഐ എം നോട്ട് വെരി സെയിൽസ് ഓറിയൻറ്റഡ് ഓർ ബിസിനസ് ഫോക്കസ്ഡ്, അവിടെയും സ്റ്റോറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. സി ഞാൻ പറഞ്ഞല്ലോ, ഇത് 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സി ഹൗ മെനി കോമ്പറ്റീറ്റേഴ്സ് യു ആർ ഹാവിങ്, ലൈക്ക് വാട്ട് ഈസ് ദ എക്സ്പെർട്ടൈസ് ലെവൽ യു ബിൽഡ് അറൗണ്ട് എ പീരിയഡ് ഓഫ് ടൈം. ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ദ ഗ്രോത്ത് വിൽ ബി ദെയർ. ഈ സ്റ്റോറിയും ലൈവും പോകുന്നത് യു വിൽ ബിൽഡ് എ ലോഡ് ഓഫ് അതോറിറ്റി. സി ഇപ്പോൾ ടയർ ഗുരു എന്ന് കിരൺചേട്ടൻ്റെ കേസ് തന്നെ ഞാൻ പറയാം. ഞാൻ 3 വർഷമായിട്ട് ഉപദേശിക്കട്ടെ, ഇന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ ഞാൻ ഉപദേശിക്കാം. നമ്മളുടെ ഇപ്പോൾ കിരൺ എന്ന് പറയുന്ന ടയർ ഗുരു എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഓഡിയൻസ് അല്ലെ നിങ്ങളുടെ ഫോളോവേഴ്സിന് എന്തൊക്കെ അറിയാം? ഞാൻ ചോദിക്കാം, എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുന്നത്? ടയറക്സിൻ്റെ ഓണറാണെന്ന് അറിയായിരിക്കും, ടയറിനെ പറ്റി നല്ല കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് സ്റ്റോറീസ് ചില്ലാക്സിൻ്റെ കാര്യങ്ങൾ അറിയാം. ലൈക്ക് നമ്മൾ 3 വർഷമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ അല്ല അതങ്ങോട്ടാണ് വരുന്നത്. ഇത്രയും നിങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞതിൻ്റെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനപ്പുറത്തോട്ട് ആൾക്കാർക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ കാണും. ഇപ്പം ഞാൻ സ്റ്റോറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞാനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോറി ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എപ്പം 2-3 ദിവസം അടുപ്പിച്ച് നിങ്ങൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ സ്റ്റോറി വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഉണ്ടോ, നിങ്ങളിന്ന് തിരുവല്ലയിലാണോ, ഇപ്പം ഇത്രയും ഔട്ട്ലെറ്റ്സ് നിങ്ങൾ ഓപ്പൺ ആവുന്നുണ്ട്, നിങ്ങളിത് എവിടെയൊക്കെ എപ്പോഴൊക്കെയാണ് ഉള്ളത്, നിങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാൽ എവിടെ കാണാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ ബിസിനസ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ സർവീസ്, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. ഇപ്പം ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ആ അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, വിച്ച് ഇൻഡയറക്ട്ലി ഹെൽപ്പിംഗ് യുവർ ബിസിനസ്. ഇപ്പം ഞാൻ കിരൺ ചേട്ടൻ്റെ അവിടെ 3 വർഷമായിട്ട് ഷൂട്ടിന് വരുന്നുണ്ട്, ഇന്ന് ഞാൻ ഷൂട്ടിന് വന്നു, ഞാൻ ഇന്ന് സ്റ്റോറി ഇടും. ദ വാല്യൂ വിച്ച് ഇസ് ഗോയിങ് ടു ബിൽഡ് ഓവർ ദാറ്റ് സ്റ്റോറി ഇസ് ഹൈ. 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കേസ് തന്നെ നിങ്ങൾ ഇന്ന് തിരുവല്ലയിൽ പോയി ഒരു സ്റ്റോറി ഇട്ടു, നാളെ നിങ്ങൾ പോകുമ്പോൾ ഇടണമെന്ന് ചോദിച്ചെങ്കിൽ ഇടണം, മറ്റന്നാളിൽ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഇടണം, 10 ദിവസം പോയി കഴിഞ്ഞാൽ 10 ദിവസം വേണം. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 10 ദിവസം നിങ്ങളവിടെ വരുന്നുണ്ട്, ഇത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യൂവേഴ്സ് ആർ നോട്ട് ഗോയിങ് ടു അഡ്രസ്, റൈറ്റ്? അപ്പം അതാണ് ലൈക്ക് ദാറ്റ്സ് വൈ സ്റ്റോറീസ് ആൻഡ് ലൈവ് ലൈക്ക് കണക്ഷൻസ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. നമ്മളിൽ നിന്ന് ഒരാൾ മേടിക്കാൻ വേണ്ടിയിട്ട് ടച്ച് പോയിന്റ്സ്, ബേസിക്കലി എന്താ മാർക്കറ്റിംഗ് എന്ന് ഞാൻ എപ്പോഴും എല്ലാവരും പറയുക, എന്താണ് സോഷ്യൽ വാട്ട് എവർ ബേസിക് മാർക്കറ്റിംഗ് ആണെങ്കിലും ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ആണെങ്കിലും ഓൺലൈൻ മാർക്കറ്റിംഗ് ആണെങ്കിലും എന്താ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് ടച്ച് പോയിന്റ്സ്. ഇന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ന പേഴ്സണാലിറ്റിക്ക് ഒരു ടച്ച് പോയിന്റ് ഉണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ കൊടുക്കുകയല്ലേ. ആ ടച്ച് പോയിന്റ്സ് എവിടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത് അത്രയും നല്ലതാണ്. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ യുവർ പേഴ്സണാലിറ്റി, ഇറ്റ് ക്യാൻ ബി നിങ്ങൾ പുതിയ മേടിച്ച സ്പെക്കിനെ പറ്റിയിട്ടുള്ളതായിരിക്കാം, ഇറ്റ് ക്യാൻ ബി സം ഹോബീസ് യു ആർ ഹാവിങ്, നിങ്ങൾ പുതിയ വണ്ടി എടുത്തതായിരിക്കാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ടച്ച് പോയിന്റ്സ് കൊടുക്കുക എന്നുള്ളത്. ആ ടച്ച് പോയിന്റ്സ് റീലിൽ കൂടെ ആൾക്കാർ വീഡിയോസ് കാണുന്നതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ പറയാം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാത്രം ഇങ്ങനെ കണ്ടങ്ങ് പോവുക. അടുത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ചെയ്യുന്ന 2 ആക്ടിവിറ്റിയേ ഉള്ളൂ. ഒന്നെന്താ, റീൽ സ്ക്രോൾ ചെയ്യും, 2 സ്റ്റോറീസ് കാണും. ഈ സ്റ്റോറികളാണ് ആൾക്കാർ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഓർത്തിരിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾ സ്റ്റോറിയിൽ നിന്ന് പോയി,
3 വർഷം മുന്നേ ഒരാൾ സ്റ്റോറിൽ വന്നു, അവർ പോയിട്ട് 3 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. വരണോ വേണ്ട എന്നുള്ളത് നേരത്തെ പ്രശ്നം എന്തായിരുന്നു? ടച്ച് പോയിന്റ് ഇല്ല എന്നുള്ളതായിരുന്നു. അത് സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടന്റ് ഇട്ട് തുടങ്ങിയപ്പം ടച്ച് പോയിന്റ് കിട്ടി. ഇനി അൽഗോരിതം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാ ഫോളോവേഴ്സും കാണണമെന്നില്ല. അപ്പം കുറച്ചുനാൾ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ, മറന്നു പോകുന്നല്ലേ ഉദ്ദേശിച്ചത്, മനസ്സിലായി. ഇവരെ ഇങ്ങനെ കീപ്പ് ഇൻ കോൺടാക്ട് വിത്ത് ദം, സിമ്പിൾ ആസ് ദാറ്റ്. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ അല്ലേ. അതേപോലെ അവർക്കുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. ദാറ്റ്സ് വൈ സ്റ്റോറീസ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. വിൽ ഡു സർ. ലൈക്ക് ഞാൻ ഇത്രയും സംസാരിച്ച്, നമ്മൾ ആക്ച്വലി ഇന്ന് ടയറിനെ പറ്റിയിട്ട് കുറച്ച് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു സ്റ്റോറി ഇസ് സംതിങ് വിച്ച് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഗൈസ്. ദിസ് ഇസ് നോട്ട് സംതിങ് വിച്ച് വി ബിൽഡ് ഓൺ, എന്താ പറയുക, ഒരു കുറച്ച് മാസത്തിലോ അല്ലെങ്കിൽ ഒരു 1, 2, 3 മാസത്തെ ഒരു ലൈക്ക് ഞാൻ കിരൺചേട്ടനോട് ജെന്യുനായിട്ട് ഞാൻ ചോദിക്കുക, ഒരു ഷോർട്ട് ടേം സോഷ്യൽ മീഡിയ ഗ്രോത്ത് പോസിബിൾ ആണോ? ഇത് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തേണ്ട ഒരു സ്റ്റേജ് ആണോ? ലൈക്ക് ഇതെങ്ങനെയാണ്? എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. ലൈക്ക് ഒരു സോഷ്യൽ മീഡിയ ഗ്രോത്തിലോട്ട് നിൽക്കുന്ന ഒരു എന്റർപ്രണർക്ക് എന്ത് ഉപദേശമായിരിക്കും കൊടുക്കുന്നത്? ഇത് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മളിത് തുടങ്ങുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു അപ്രിയൻഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൺസിസ്റ്റൻ്റ് ആവാൻ മാത്രമുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ട്, 50 കണ്ടന്റ് വരെയൊക്കെ ഞാൻ പോകും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് നീ തീരുമാനിക്കേണ്ടത്. ഇതാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലായ സംഭവം എന്താ വെച്ചാൽ, ഈ 50 വേണമെന്നൊന്നുമില്ല, ഒരു 10-15 ആയപ്പോഴത്തേക്കും എനിക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ എനിക്ക് ലക്കിലി എൻ്റെ സ്റ്റോറിൽ വരുന്ന ഓരോരുത്തരും എനിക്കൊരു കണ്ടന്റാണ്. അതായത് ഞാൻ കം അക്രോസ് 20-30 ആൾക്കാർ എവറി ഡേ. അപ്പം എൻ്റെ ഈ സ്വഭാവം പ്രകാരം ഞാൻ ഇവരുടെ അടുത്തൊക്കെ എന്തായാലും സംസാരിക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പേഴ്സണൽ നമ്പർ യൂസ് ചെയ്യുന്ന വൺ ഓഫ് വെരി റെയർ പേഴ്സൺ. എൻ്റെ നമ്പർ തന്നെയാണ് കിടക്കുന്നത്, സ്വന്തം നമ്പർ കിടക്കുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, സ്റ്റോറിൽ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസം ഓരോ കഥകൾ കിട്ടും, ഒരുപാട് കഥകൾ കിട്ടും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ കണ്ടന്റുകൾ ഓരോന്നായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റോറി ഇല്ല അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും സോഷ്യൽ മീഡിയ നിർത്താണ്ടിരിക്കേണ്ട. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ഇഷ്ടംപോലെ വരും. നമ്മൾക്ക് തരും, ഈ കാണുന്ന ആൾക്കാർ തന്നെ ഇങ്ങോട്ട് തരും ഇഷ്ടംപോലെ കണ്ടന്റുകൾ. അപ്പോൾ കൺസിസ്റ്റൻ്റ് കണ്ടന്റുകൾ ചെയ്യുക, റീൽസ് ഇടുക, സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യുക, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈവ് പോവുക, വിച്ച് ഐ ഹാവ് നോട്ട് ഡൺ ഇൻ ദി ലാസ്റ്റ് പ്രോബബ്ലി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന് വന്ന് പിടിച്ചിരുത്ത, ഇന്നും ആക്ച്വലി പിടിച്ചിരുന്നോന്നൊക്കെ വിചാരിച്ചിരുന്നു, ഇപ്പോൾ സമയം കാണത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ടും കാണും കേട്ടോ. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് ഒരെണ്ണം ചെയ്തത് ഓർമ്മയുണ്ടോ? പണ്ടൊരെണ്ണം, അത് പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു ചെയ്തത്. പണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ എനിക്കൊന്ന് 50K തോന്നുന്നു, 50K വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കമ്മിങ് വീഡിയോസ് ഉറപ്പായിട്ടും കാണും. അപ്പം നിങ്ങൾക്ക് കിരൺചേട്ടനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് താഴെ കമൻസ്, ഇതിപ്പോൾ ആക്ച്വലി യൂട്യൂബ് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ യൂട്യൂബിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാം. ആൻഡ് അതേപോലെ ബാക്കി ഇനി ആരെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാം. ഇത് ആക്ച്വലി ഒഫീഷ്യലി ഇമ്പാക്റ്റ് ഷോയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ഗസ്റ്റാണ് ഞാൻ. ഷോ ഞാൻ ഒരു വർഷമായിട്ട് ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. അവസാനം ഷൂട്ടിന് വന്ന് കിട്ടിയ 1.5 മണിക്കൂറിനകത്താണ് നമ്മുടെ ഫസ്റ്റ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഞാൻ പണ്ട് കിരൺചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻസിനെ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, പുറത്തൊന്നും ആരെയും കൊണ്ടുവരാൻ പോകുന്നില്ല. ആൻഡ് താങ്ക്സ് ഫോർ ഇനാഗ്രേറ്റിംഗ് ഇമ്പാക്ട് പോഡ്കാസ്റ്റ്. വൺ ഓഫ് ദ വെരി, എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പോഡ്കാസ്റ്റ് ഷോ ആയിരുന്നു. അപ്പം ബാക്കി അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും.